നിങ്ങളൊക്കെ യങ് വൈസ്മെൻസ് ക്ലബ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ സീനിയർ സിറ്റിസൺ ലൈഫ് ആക്റ്റീവായിട്ട് കൊണ്ടുപോകുന്നവർ തന്നെയാണ്. ഇപ്പോൾ വളരെ നല്ലതായിട്ട് കോപ്പപ്പ് ചെയ്ത് പോകുന്നവരായിരിക്കും തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ കുറച്ചും കൂടി ഡെപ്തിൽ ഇതിൻ്റെ ഒരു മാനസിക വശങ്ങളൊക്കെ ഒന്ന് അറിയുന്നത് കുറച്ചും കൂടി നല്ലതാണ്. നിങ്ങളൊക്കെ നല്ലതായിട്ട് കോപ്പപ്പ് ചെയ്യുന്നവരാണ് ഞാൻ നല്ലവണ്ണം വിശ്വസിക്കുന്നുണ്ട്. ജോൺസൺ പറഞ്ഞാൽ ജോൺസൺ എൻ്റെ ഫ്രണ്ടാണ്. ഗ്രൂപ്പിലുള്ള ചിലരൊക്കെ എനിക്ക് അറിയാവുന്നവരുമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളുടെ ഈ സീനിയർ സിറ്റിസൺ എന്ന് പറയുമ്പം 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ 60 വയസ്സെന്ന് പറയുമ്പോൾ അത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നമുക്കറിയാം. ഇൻഫൻറ്റ് തൊട്ടിങ്ങോട്ട് വരുമ്പോൾ ഇൻഫൻറ്റ്, ചൈൽഡ്ഹുഡ്, അഡോളസെൻറ്റ്, അഡൽട്ട്, പിന്നെ നമ്മൾ സീനിയർ സിറ്റിസൺ ആവുകയാണ്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ അഡൽട്ടിനെയും ചൈൽഡ്ഹുഡിനെയും 3ആയിട്ട് ഭാഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഓൾഡ് ഏജിനെയും. അതായത് ഏർലി ചൈൽഡ്ഹുഡ് എന്നും മിഡിൽ ചൈൽഡ്ഹുഡ് എന്നും ലേറ്റ് ചൈൽഡ്ഹുഡ് എന്നും പറയും. അതുപോലെ തന്നെ നമ്മുടെ സീനിയർ സിറ്റിസനെയും അല്ലെങ്കിൽ ഓൾഡ് ഏജിനെയും ഏർലി ഓൾഡ് ഏജ്, അതായത് 60 തൊട്ട് 70 വരെയുള്ളതാണ്. പിന്നെ 70 വയസ്സ് കഴിഞ്ഞിട്ട് 80 വയസ്സ് വരെയുള്ളവരെ മിഡിൽ ഓൾഡ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയും. 80+ ഉള്ള ആൾക്കാരെ ലേറ്റ് ഓൾഡ് ഏജ് ഗ്രൂപ്പ് എന്നും പറയും. അപ്പം നമ്മളൊക്കെ എല്ലാവരും ഇതിൽ ഏതെങ്കിലുമൊക്കെ പെടുന്നവരാണ്. ഏർലി ഓൾഡ് ഏജിലോ മിഡിലിലോ ലേറ്റിലോ ഒക്കെ പെടുന്നവരാണ്. ഇപ്പോൾ ജോൺസൺ പറഞ്ഞ പോലെ 3 കാറ്റഗറിയിലായിരിക്കും. ഇപ്പം നമ്മൾ ഇരിക്കുന്നവരൊക്കെ എല്ലാവരും വളരെ ആരോഗ്യത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. ചിലർ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിനകത്ത് കഴിഞ്ഞു കൂടുന്നവരായിരിക്കാം. ചിലർ പരസഹായത്തോടെ ജീവിക്കുന്നവരായിരിക്കാം. ചിലർ ബെഡ് റിഡനായിട്ട് ജീവിക്കുന്ന കാറ്റഗറി പെടുന്നവരുമുണ്ട്. അപ്പോൾ ഈ ഏത് കാറ്റഗറിയിലാണെങ്കിലും നമ്മുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ഈ ഓൾഡ് ഏജിനോടുള്ള ചില ആൾക്കാർക്ക് ഭയങ്കര ആൻഷ്യസ് ആണ്. പ്രായമാകുമ്പോഴത്തേക്ക് അയ്യോ 60 കഴിഞ്ഞല്ലോ, പ്രായമായി എന്നുള്ളൊരു എല്ലാം തീരാൻ പോവുകയാണ്, ജീവിതം തീർന്നു എന്നൊക്കെ എന്നുള്ളത്. എന്നാൽ ചില ആൾക്കാരിൽ ലാസ്റ്റ് അവസാന ശ്വാസം വരെയും എനിക്ക് സന്തോഷത്തോടെ എത്രയും കൺസ്ട്രക്റ്റീവായിട്ട് എത്രയും മീനിങ് ഫുള്ളായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡും അപ്രോച്ചോടും കൂടി ജീവിതത്തെ കാണുന്നവരാണ്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ഒരു വെൽബീയിങ്, ഡിഗ്നിറ്റി, നമ്മുടെ ഒരു ഉള്ളിൽ ഒരു ഇൻഡിപെൻഡൻസ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറയും പ്രായമൊക്കെ ആയി, പക്ഷെങ്കിൽ ഇതൊക്കെ നമ്പേഴ്സാണ്, പക്ഷേ എൻ്റെ മനസ്സ് ഇപ്പോഴും ചെറുപ്പമാണ് എന്ന് പലരും പറയാറുണ്ട്. പ്രായത്തിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങൾ നമുക്കുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, പലരും അനുഭവിക്കുന്നുമുണ്ട്. എന്നാൽ എൻ്റെ മനസ്സാണ് എൻ്റെ പ്രായം, എനിക്കിപ്പോഴും ചെറുപ്പമാണ്, ചെറുപ്പക്കാരുടെ മനസ്സാണെന്ന് പറയും. അതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രോച്ചാണ്. ഇപ്പോൾ നമ്മൾക്ക് നിങ്ങൾ പലരും ചിലപ്പോൾ നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരാൾ ഡോക്ടർ ആലിസ് മാത്യുവിൻ്റെ മോട്ടിവേറ്റിംഗ് വീഡിയോസ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവാം. അവർ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം 2025 മിസ്സിസ് ഇന്ത്യ ആണ്. അവർ 71 വയസ്സുണ്ട്. പുള്ളിക്കാരി US ആയിരുന്നു. ഒരു നേഴ്സായിട്ട് പോയി അവസാനം PhD ഒക്കെ എടുത്തിട്ട് അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ടാണ് വിരമിച്ച് വന്നത്. നാട്ടിലുണ്ടിപ്പോൾ. പുള്ളിക്കാരിക്ക് ഒരു പ്രായം ഒരു പ്രശ്നമല്ലെന്നാണ് പറയുന്നത്. പുള്ളിക്കാരി മത്സരിച്ചപ്പോൾ 21 വയസ്സുള്ള ഒരു വിവാഹിതയുണ്ട്. പുള്ളിക്കാരിക്ക് 71 വയസ്സ്. അവരായിരുന്നു വിന്നർ. സോ പ്രായം ഒരു പ്രശ്നമല്ല എന്നാണ് അവർ പറയുന്നത്. ഞാനിതൊരു അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് പറഞ്ഞതാണ്. എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് ചുറ്റുമുള്ള ലിമിറ്റേഷൻസിനൊക്കെ ബ്രേക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്ന തലത്തിൽ നമുക്ക് ഹാപ്പിനെസ്സിലും ഫുൾഫിൽമെൻറ്റിലും ജീവിക്കാൻ പറ്റും ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രോച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഞാനിപ്പോൾ ജോൺസന് പറയാം, ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്ന എൻ്റെ മാതാവിൻ്റെ കാര്യമാണ്. മമ്മി ഒരു 13 വർഷം ബെഡ് റിഡൻ ആയിരുന്നു. ജോൺസൺ ഇപ്പോൾ അത് പറഞ്ഞുകൊണ്ടാണ് ഞാനത് ഓർക്കുന്നത്. വളരെ ആശ്രയിച്ച് ജീവിച്ച ഒരാളാണ് അവസാനത്തെ 13 വർഷം. അപ്പോൾ അച്ഛന്മാരൊക്കെ പറയും, മമ്മിയെ കാണാൻ വരുന്ന ഉടനെ പുള്ളിക്കാരി പറയുന്നൊരു കാര്യമുണ്ട്, അച്ഛാ ദൈവം എന്നെ കൈവെള്ളയിലാണ് കൊണ്ടു നടക്കുന്നത്. ഈ കിടക്കുമ്പോഴായി പറയുന്നത്. കാരണം എത്രയോ പേര് ട്യൂബ് ഇട്ടൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, എനിക്ക് വായിലിട്ട് ചവച്ച് രുചി അറിഞ്ഞ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്.
അപ്പം മമ്മിയുടെ ആ ഒരു വാക്ക്, ആ ആറ്റിറ്റ്യൂഡാണ് അവിടെ കിടപ്പിലായിരിക്കുമ്പോഴും പുള്ളി പറയുന്നത് എന്തുകൊണ്ടൊരു പോസിറ്റീവ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഒരിക്കലും പുള്ളിക്കാരി അങ്ങനെ, ജോൺസണൊക്കെ പല പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ട്, ഒരിക്കലും ഒരു നിരാശയുടെ മുഖം പുള്ളിക്കാരിയിൽ കണ്ടിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രോച്ച് ടു ലൈഫ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലേക്കാണ് നമ്മൾ കൂടുതൽ വരുന്നത്. പിന്നെ ഈ ഫാമിലി ലൈഫിൻ്റെ സ്റ്റേജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പിന്നെ മാരേജിലേക്ക് വരുമ്പം കപ്ലിംഗ് സ്റ്റേജാണ് ആദ്യം. ഒരു മധുവിധ കാലം എന്നൊക്കെ പറയുമല്ലോ, കല്യാണം കഴിച്ച് ജീവിതം തുടങ്ങുന്ന കപ്ലിംഗ് സ്റ്റേജാണ്. അത് കഴിയുമ്പോൾ കുട്ടികളാകുമ്പോൾ പിന്നെ പേരൻറ്റിങ് സ്റ്റേജാണ്. അതൊരു നീണ്ട കാലഘട്ടമാണ്. ഈ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി പഠിപ്പിച്ച് വിവാഹം കഴിപ്പിച്ച് അയക്കുന്നത് വരെ നമ്മുടെ ഒരു കൾച്ചറിൽ നമ്മുടെ പേരൻറ്റിങ് സ്റ്റേജിൽ പോവുകയാണ്. ജോലിയായി, കല്യാണം കഴിപ്പിച്ചു, അവർ സ്വസ്ഥമായി, ഇനി എനിക്കൊന്ന് സമാധാനമാവാം എന്ന് നമ്മൾ മാതാപിതാക്കൾ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ് നമ്മൾ. സോ അത് പേരൻറ്റിങ് സ്റ്റേജ് കഴിഞ്ഞ് പിന്നെ വരുന്നത് റീകപ്ലിംഗ് സ്റ്റേജാണ്. മക്കളൊക്കെ അവരവരുടെ ജീവിതത്തിലേക്ക് പോയി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ തനിച്ച് ഇവരുടെ ഭാര്യയും ഭർത്താവും തന്നെയാകുന്ന ഒരു സമയം റീകപ്ലിംഗ് സ്റ്റേജാണ്. പിന്നെ കുറേ കഴിയുമ്പോൾ ഇവരിൽ ഒരാൾ കടന്നു പോകും, പിന്നെ സിംഗിൾ സ്റ്റേജാണ്. അപ്പം നമ്മളിൽ പലരും ഇതിൽ ഏതെങ്കിലുമൊക്കെ സ്റ്റേജിലായിരിക്കും. ഓരോ സ്റ്റേജിനും അതിൻ്റേതായിട്ടുള്ള ചലഞ്ചസ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഇനി നമ്മൾ സീനിയർ സിറ്റിസൺഷിപ്പിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇരിക്കുന്ന പലരും ഇതിലേത് പേരൻറ്റിങ് സ്റ്റേജിലായിരിക്കുന്നവർ ചിലപ്പോൾ കാണാം, പിന്നെ റീകപ്ലിംഗ് സ്റ്റേജിലായിരിക്കുന്നവർ കാണാം. എനിക്കറിഞ്ഞുകൂടെ ആരെങ്കിലും സിംഗിൾ സ്റ്റേജിലും ഉണ്ടോ എന്നുള്ളത്. പിന്നെ വേറൊരു സാമൂഹികമായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ നമുക്കറിയാം ഒരു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റമായിരുന്നു നമ്മുടേത്. പിന്നെ അത് ന്യൂക്ലിയർ ഫാമിലിയായി. അപ്പോൾ ഇപ്പം വന്നു കഴിഞ്ഞപ്പോൾ +2 കഴിയുമ്പോഴേ നല്ലൊരു ശതമാനം കുട്ടികളും വിദേശത്ത് പഠിക്കാൻ പോവുക. അപ്പം നമ്മളൊരു 60 വയസ്സിനൊക്കെ മുമ്പ് തന്നെ പേരൻസ് തനിച്ചാവുന്ന ഒരു അവസ്ഥയായി. ഇപ്പോൾ മക്കളുകളൊക്കെ വിദേശത്ത് പഠിക്കാൻ പോകുന്നു, ഇവർ നേരത്തെ തന്നെ തനിച്ചായി പോകുന്നൊരവസ്ഥയും വരുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ വീടുകൾ അടച്ചു പൂട്ടി കിടക്കുകയാണ്. ആരും താമസിക്കാൻ അടുത്ത ജനറേഷൻ ഒന്നും ഇവിടെ ഇല്ല. ആ ഒരു അവസ്ഥ വന്നിട്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ ഒരു മൊത്തത്തിലുള്ള ഒരു അവസ്ഥയാണ്. ഇനി നമ്മളുടെ ഈ ഓരോ സ്റ്റേജസ് ഓഫ് ലൈഫും ഒന്നിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇപ്പം ഇൻഫൻറ്റിൻ്റെ കണ്ടിന്യൂഷനാണ് കുഞ്ഞ് ചൈൽഡ്ഹുഡ്. ഈ ചൈൽഡ്ഹുഡിൽ നമ്മൾ എങ്ങനെ ആയിരിക്കുമോ അതനുസരിച്ചിട്ടാണ് നമ്മുടെ അഡോളസൻ പോകുന്നത്. ഇങ്ങനെ തുടർച്ചയായിട്ട് പോവുകയാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ഓൾഡ് ഏജും നമ്മുടെ പാസ്റ്റ് ലൈഫിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. അപ്പോൾ അവിടെ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ക്വാളിറ്റി ഓഫ് അവർ പാസ്റ്റ് ലൈഫ്. നമ്മുടെ കഴിഞ്ഞ 60 വയസ്സിന് മുമ്പുള്ള ഒരു സമയം നമ്മൾ എങ്ങനെയുള്ളൊരു ലൈഫാണ് ലീഡ് ചെയ്തത്, നമ്മുടെ കരിയർ, നമ്മുടെ ഫാമിലിയിലൊക്കെ എത്രത്തോളം വാംത്ത്, കണക്ഷൻ, ഇമോഷണൽ കണക്ഷൻ, നമ്മൾ എത്രത്തോളം ആക്റ്റീവായിരുന്നു, നമ്മൾക്കൊരു ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് നമ്മളെ വളരെയേറെ നമ്മുടെ മുമ്പോട്ടുള്ള ലൈഫിനും വളരെ നമ്മൾക്ക് വഴിയൊരുക്കുന്നു വേണമെങ്കിൽ പറയാം. നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മളങ്ങോട്ട് പോവുകയാണ്. നമുക്ക് നല്ലൊരു സോഷ്യൽ ഗ്രൂപ്പുണ്ട്, നമ്മൾ വളരെ സോഷ്യലൈസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനെ വഴിയൊരുക്കുകയാണ്. അതേസമയം നമ്മൾ വളരെ ഇങ്ങനെ ഒതുങ്ങിക്കൂടി നമ്മൾ നമ്മുടേതായ ഒരു റിജിഡ് ലൈഫിൽ മറ്റാൾക്കാരുമായിട്ടൊന്നും പിന്നെ സോഷ്യലൈസേഷൻ ഇല്ലാതെ ഇങ്ങനെ ഒതുങ്ങി കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഓൾഡ് ഏജിലും അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ടായിരിക്കും പോകും. അപ്പോൾ ഏകാന്തതയും ലോൺലിനെസ്സും കൂടും. അതേസമയം ഒരു കമ്മ്യൂണിറ്റിയിലും സൊസൈറ്റിയിലും ഫാമിലിയിലും ഒക്കെ നമ്മൾ വളരെ സോഷ്യലൈസ് ചെയ്ത് ജീവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് ഈ ഓൾഡ് ഏജിൽ വരുമ്പോഴും നമുക്കൊരു സപ്പോർട്ട് ഗ്രൂപ്പ്, ഒരു ലൈഫിൻ്റെ തുടർച്ചയായിട്ട് പോകും. പിന്നത്തേത് ക്വാണ്ടിറ്റി ഓഫ് ലൈഫാണ്. ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിച്ചത്ര നാൾ നമ്മൾ എത്രത്തോളം നമ്മുടെ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ സേവിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, അസറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളുടെ മുമ്പോട്ടുള്ള ജീവിതത്തിന്, ഇൻകം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുൻപോട്ടുള്ള ജീവിതത്തിന് സഹായിക്കുന്നതാണ്. ഇപ്പോൾ ചില ആൾക്കാരുണ്ട് ജോലി ചെയ്യുമ്പം തന്നെ ഒരു സെക്കൻഡ് ജോബെന്ന്, സെക്കൻഡ് കരിയർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലർ ഫാം ഉണ്ടാക്കും, അല്ലെങ്കിൽ പിന്നെ ചിലർ റെൻറ്റിന് കുറച്ച് എന്തെങ്കിലും മുറികൾ കെട്ടിയിടും. അപ്പം അത് കഴിഞ്ഞാൽ അവർക്കൊരു വാടക പോലെ കിട്ടും. ഇങ്ങനെ പല പല കാര്യങ്ങളിലേക്ക് ആൾക്കാർ പല ടൈപ്പ് ഓഫ് സെക്കൻഡ് ജോബ് കണ്ടെത്തി മുമ്പോട്ട് പോകാറുണ്ട്. പിന്നെ മൂന്നാമത്തേത് നമ്മുടെ പാസ്റ്റ് റിലേഷൻഷിപ്പാണ്. അത് നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ നല്ല ഫ്രണ്ട്സ്,
നല്ലൊരു ഫാമിലി ബോണ്ടിങ്, ഇങ്ങനെയൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി, ഏത് കമ്മ്യൂണിറ്റിയിലാണോ ആ കമ്മ്യൂണിറ്റിയിൽ സമൂഹമായിട്ടൊക്കെ നമുക്ക് നല്ല ബോണ്ടിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു മുമ്പോട്ടുള്ള ലൈഫും അതിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ വലിയ ലോൺലിനെസ് തോന്നില്ല, ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവും. ഇനി കീ ചലഞ്ചസ് എന്താണെന്നുള്ളത് 1 by 1 നോക്കാം. ഏറ്റവും എല്ലാവരും ഫേസ് ചെയ്യുന്നത് ആരോഗ്യം തന്നെയാണ്, ഒരു ഹെൽത്ത് മെഡിക്കൽ കെയർ ആണ്. ഇപ്പം ഇവിടെ ഈ ഒരു പ്രായം വരുമ്പോഴത്തേക്കും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു അസുഖങ്ങൾ തൊട്ട് വലിയ വലിയ അസുഖങ്ങൾ, ക്രോണിക് ഇൽനെസ് വരെ ഉണ്ടാവാം. ഡയബറ്റിക്, അല്ലെ BP, എന്തെങ്കിലും കാർഡിയോവാസ്കുലർ പ്രശ്നങ്ങൾ, ആർത്രൈറ്റീസ്, എല്ലാവർക്കും മുട്ടുവേദന, തോളുവേദന, നടുവേദന, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. സോ ഇങ്ങനെയുള്ള അസുഖങ്ങൾ. പിന്നെ നമുക്ക് മൊബിലിറ്റി ഒരു പ്രശ്നമായിട്ട് വരാം. നമുക്ക് ഇയർ ഇംബാലൻസ്, കുനിയുമ്പം തല കറങ്ങുന്നു, ഇങ്ങനെയൊക്കെ സീനിയർ സിറ്റിസൺ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അറിയാമല്ലോ, നമുക്ക് കണ്ണിന് കാഴ്ച കുറയുന്നു, ചെവിക്ക് കേൾവി കുറയുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് വരാറുണ്ട്. പിന്നെ അതല്ലാതെ ചിലപ്പം ക്രോണിക് മറ്റെന്തെങ്കിലും അസുഖങ്ങളൊക്കെ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ വന്നാൽ അത് നമുക്ക് ഇതിനകത്ത് കുറച്ചും കൂടി നമ്മുടെ ഈ ഒരു ഇഷ്യൂസിനെ കുറച്ചുകൂടി ഹാർഡാക്കും. അപ്പോൾ ഇതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് മെഡിക്കൽ എക്സ്പെൻസും നമ്മുടെ ചെലവുകളും കൂടി വരും. അതും നമ്മുടെ ഒരു ചലഞ്ചാണ്. പിന്നത്തെയാണ് ഫിസിക്കൽ അപ്പിയറൻസ്. ഇത് നമുക്കറിയാം, മുടി നരയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ മസിൽസൊക്കെ ഇങ്ങനെ ലൂസായിട്ട് തുടിയുന്നു, അല്ലെങ്കിൽ സ്കിന്നൊക്കെ ചുളിഞ്ഞു വരുന്നു. അപ്പം പെട്ടെന്ന് നമ്മൾ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ ആ പഴയ രൂപത്തിൽ നിന്നൊക്കെ കുറേ മാറ്റങ്ങൾ ഉണ്ടാവും. സോ ചിലർക്ക് വളരെ അഭിമാനത്തോടെ നരച്ച മുടിയും കൊണ്ടൊക്കെ നടക്കുന്നവരുണ്ട്. അതിനകത്ത് അവർ പ്രൗഡാകും, ഇതാണ് ഞങ്ങളുടെ അഭിമാനം എന്നൊക്കെ പറയാറുണ്ട്. ചിലർ ഈ കൗൺസിലിങ്ങിനൊക്കെ എന്നെ വിളിക്കുമ്പം പറയുവേ, ആൻറ്റിയെ കണ്ടിട്ട് ഒരു പ്രായമുള്ള ഒരാൾ ഞങ്ങളുടെ ഒരു അമ്മയുടെ സ്ഥാനത്ത്, അപ്പം ഞാൻ പറയും എൻ്റെ നരച്ച മുടിയാണ് അതിന് കാരണം. സോ നമുക്ക് അതൊരു അഭിമാനമാണ്. അപ്പം ചിലർ അതിനെ ഒരു അഭിമാനമായിട്ട് തന്നെയാണ് കാണുന്നത്, ഈ ഏജിൻ്റെ ഒരു അഭിമാനമായിട്ട് നമ്മളതിനെ കാണും. ചിലർക്ക് അയ്യോ ഞാനങ്ങ് പ്രായമായിപ്പോയോ, കാണുമ്പോൾ ഇങ്ങനെ ആയിപ്പോയോ. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോ ഫീലിംഗ് ആയിരിക്കും. നെഗറ്റീവ് തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ബാഡ് ഫീലിംഗ് കെമിക്കൽസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് സങ്കടവും ആൻസൈറ്റിയും ഒക്കെ ഉണ്ടാകും. പിന്നെ ഉള്ളതൊന്നാണ് നമ്മുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. നമ്മൾ ഒത്തിരി ഫിനാൻഷ്യൽ ഇൻസെക്യൂർ ആവാം. കാരണം ജോലി ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് റിട്ടയർമെൻ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇൻകം നിൽക്കുന്നുണ്ട്. റിട്ടയർമെൻറ്റിന് കിട്ടുന്ന അവരുടെ ഒരു ഇൻകം, അല്ലെങ്കിൽ പെൻഷൻ കവറേജ്, നമുക്ക് അതുവരെ ഉണ്ടാക്കിയിട്ടുള്ള സേവിങ്സ്, ഇതൊക്കെ നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ സുസ്ഥിരമാക്കുന്നതാണ്. അത് നമ്മൾ സ്റ്റേബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ്. സ്റ്റേബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റ് ഫാമിലി മെമ്പേഴ്സിനെ നമ്മൾ ആശ്രയിക്കേണ്ടതായിട്ട് വരും. അത് നമുക്കൊരു ഭാവിയിലുള്ള ചെലവുകളെ പറ്റിയിട്ടൊരു ആൻസൈറ്റി ഉണ്ടാക്കും. പിന്നെ ഒരു വലിയ കാര്യമാണ് സോഷ്യൽ ഐസൊലേഷൻ എന്ന് പറയുന്നത്. സോഷ്യൽ ഐസൊലേഷൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ ഒരു ജോലി ചെയ്യുന്നവരാണെങ്കിൽ റിട്ടയർമെൻറ്റ് നമുക്ക് എന്താ ചെയ്യുക, നമുക്കൊരു ലാക്ക് ഓഫ് ഇൻകം ഉണ്ടാവുന്നുണ്ട്, ലോസ് ഓഫ് ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നുണ്ട്. കാര്യം അതുപോലെ ലോസ് ഓഫ് പവർ. ചില ആൾക്കാർ വളരെ ഉയർന്ന ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവർക്കൊക്കെ നല്ല പവർ, അവരുടെ ഒരു ഐഡൻറ്റിറ്റി, ഇങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട്. റിട്ടയർ ആയി കഴിയുമ്പോൾ പിന്നെ നമുക്കതൊന്നും ഇല്ല. ഇപ്പം നമ്മളറിയാം, ചിലരെ ഇപ്പം അധ്യാപകരെ നമ്മൾ വീണ്ടും ഇവിടെ വെച്ച് കണ്ടാലും സാറേ അല്ലെ മാഷേ എന്നൊക്കെ വിളിക്കും. അച്ഛന്മാരെ കണ്ട അച്ഛാന്ന് വിളിക്കും, ഇല്ലേ? അപ്പോൾ ഇങ്ങനെ ചില കാറ്റഗറി ഉണ്ട്. അല്ലാത്തവർക്ക് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി തന്നെ പോവുകയാണ്. അപ്പം റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് ഇൻകത്തിൽ, ഐഡൻറ്റിറ്റിയിൽ, നമ്മുടെ പവറിൽ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ട്. പിന്നെ വർക്ക് പ്ലേസിൽ നമുക്ക് കുറച്ച് ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു, ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പം അങ്ങനെ അതിൽ ഭയങ്കരമായിട്ട് നമുക്കൊരു സോഷ്യൽ ഐസൊലേഷനും ലോൺലിനെസ്സും ഉണ്ടാകും. പിന്നെ നമ്മളൊരു ഫാമിലിയായിട്ട് വരുമ്പം ഉണ്ടാകുന്നൊരവസ്ഥയാണ് എംപ്റ്റി നെസ്റ്റ് സിൻഡ്രം എന്ന് പറയുക. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഒരു സീനിയേഴ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പേരൻറ്റിങ് ഒക്കെ മിക്കവാറും തീരുന്ന ഒരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ചിലരിപ്പം +2 കഴിയുമ്പോഴേ കുട്ടികൾ പഠിക്കാൻ പോവുകയാണ്. അപ്പം അല്ലെങ്കിൽ ഇവിടെ തന്നെയൊക്കെ പഠിക്കുവാണെങ്കിലും പഠിച്ചു ജോലിയായിട്ടൊക്കെ പോകും. അപ്പം ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ, നേരത്തെ നമ്മൾ വീട് നിറച്ചു പിള്ളേരായിരുന്നു, അല്ലെങ്കിൽ 1 2 കുട്ടികൾ ഉള്ളെങ്കിൽ പോലും വീട്ടിൽ ആൾക്കാരുണ്ട്, നമുക്കൊരു ബിസിയാണ്, കുട്ടികളുണ്ട്, അവർക്ക് പൊതി കെട്ടണം, ആഹാരം ഉണ്ടാക്കണം, വരുമ്പോഴത്തേക്ക് സ്നാക്സ് ഉണ്ടാക്കണം, കുഞ്ഞുങ്ങൾ, വീട്, ഇങ്ങനെയൊക്കെയുള്ളൊരു കുറേ തിരക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്കൊരു വീടിനകത്തൊരു അനക്കം ഉണ്ടായിരുന്നു. ഇതങ്ങ് പോവുക.
അതിനാണ് എംപ്റ്റി നെസ്റ്റ് എന്ന് പറയുന്നത്. കാര്യം എന്താ പറയുക, കിളിയില്ല, കൂടൊഴിഞ്ഞ് കിടക്കുകയാണ്. അവിടെ ഒരു ഭയങ്കര ഏകാന്തത, ശൂന്യത. നമുക്ക് ചിലപ്പം അറിയാം, വീടിനകത്തോട്ടൊക്കെ പല മുറികളിൽ പോകുമ്പോൾ വലിയ വീടൊക്കെ ഉണ്ട് നമുക്ക്, പക്ഷെങ്കിൽ വീടിനകത്തോട്ടൊക്കെ മക്കളുടെ മുറിയിൽ ആരുമില്ല, നമ്മുടെ വീട്ടിൽ നമ്മൾ രണ്ടുപേരും തന്നെ കാണുകയുള്ളൂ, അപ്പോൾ ഒരു ശൂന്യതയുണ്ടാവും. അതിനെയാണ് നമ്മൾ എംപ്റ്റിനെസ് സിൻഡ്രം എന്ന് പറയുന്നത്. അതും നമുക്കൊരു ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ ഉണ്ടാക്കാം. അതെല്ലാം ഈ സോഷ്യൽ ഐസൊലേഷനും ലോൺലിനെസ്സും കാരണം ഒരു ആൻസൈറ്റി, ഡിപ്രഷൻ ഉണ്ടാക്കാം. ഇവിടെ നമുക്ക് തോന്നുമ്പോൾ നമ്മളൊരു തിരക്കിട്ട ഒരു ജീവിതമായിരുന്നു പാരൻറ്റിങ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജോലിയും കരിയറും. ഈ തിരക്കിട്ട ജോലിയിൽ നിന്നും നമ്മുടെ പാരൻറ്റിങ്ങിൽ നിന്നൊക്കെ തീർന്നു കഴിയുമ്പോൾ ഇനിയിപ്പോൾ അടുത്തത് എന്താ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഞരമ്പെളുത്ത് എഴുന്നേറ്റ് നമുക്കൊന്നും ചെയ്യാനല്ല, മറ്റേ ധൃതി പിടിച്ചൊരു ഓട്ടമായിരുന്നു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നമുക്കിനി ലൈഫിന് പർപ്പസ് എന്താണ്, ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ ഉണ്ടാവാം. അപ്പോൾ ഇനി ഞാൻ ജീവിച്ചിട്ട് എന്ത് ചെയ്യാനാ, എന്ത് മീനിങ് ഫുള്ളായിട്ട് ചെയ്യാനാ, ഈ ഒരു രീതിയിലുള്ള ഒരു ഫീല് നമ്മുടെ ഉള്ളിൽ നെഗറ്റീവായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇവിടെ വരുമ്പോൾ അതും മുമ്പേ പറഞ്ഞതുപോലെ നെഗറ്റീവ് തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രവർത്തനമാണ്. നമുക്ക് നെഗറ്റീവ് തോട്ട് എപ്പോൾ വന്നാലും ബാഡ് ഫീലിംഗ് കെമിക്കൽ വരും, പോസിറ്റീവ് തോട്ട് എപ്പോൾ വന്നാലും ഗുഡ് ഫീലിംഗ് കെമിക്കൽ വരും. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഈ ഹോട്ട് വാട്ടർ, കോൾഡ് വാട്ടർ സിസ്റ്റമൊക്കെ ഉണ്ടെങ്കിൽ ഹോട്ട് വാട്ടർ ടാപ്പ് തുറന്നാൽ ചൂടുവെള്ളം വരും, കോൾഡ് വാട്ടർ ടാപ്പ് തുറന്നാൽ തണുത്ത വെള്ളം വരും. അപ്പം നമുക്ക് എന്താണ് അതങ്ങനെ സിസ്റ്റം ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞ പോലെയാണ് ബ്രെയിനിൽ എപ്പോൾ ഗുഡ് ഫീലിംഗ്, നമ്മുടെ പോസിറ്റീവ് ചിന്തകൾ, നല്ല ചിന്തകൾ ഉണ്ടായാൽ ഗുഡ് ഫീലിംഗ് കെമിക്കൽ വരും. അതുപോലെ നമുക്ക് നെഗറ്റീവ് തോട്ട് ഉണ്ടായാൽ ബാഡ് ഫീലിംഗ് കെമിക്കലും വരും. അപ്പം നമുക്ക് എന്താണ്, ബാഡ് ഫീലിംഗ് ആണെന്നുണ്ടെങ്കിൽ സങ്കടം, വിഷമം, ഭാരം, ആൻസൈറ്റി ഇങ്ങനെ ഉണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ സന്തോഷം, നമുക്ക് ഹോപ്പ്, പ്രതീക്ഷ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ, നോക്കി ഇത്രയും നാളും തിരക്കിട്ട എൻ്റെ ഒരു ജീവിതമായിരുന്നു, പിള്ളേരുടെ പുറകെ ഓടി, ജോലിയുടെ പുറകെ ഓടി, ഇപ്പം എനിക്ക് സ്വസ്ഥമായി, ഇത്രയും നാൾ ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന കുറേയേറെ കാര്യങ്ങളുണ്ടായിരുന്നു, എൻ്റെ പാഷന്, എൻ്റെ ഇൻട്രസ്റ്റ്, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് ഇപ്പം ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ കുറേ ആക്ടിവിറ്റീസൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു പോസിറ്റീവ് തോട്ട് വരുമ്പം തന്നെ നമുക്കൊരു നാളത്തേക്കൊരു പർപ്പസ്, അല്ലെ നമ്മൾക്ക് ചിലർക്ക് കമ്മ്യൂണിറ്റിയിൽ കുറച്ച് പ്രവർത്തിക്കണം, അല്ലെ പൊളിറ്റിക്സിൽ പ്രവർത്തിക്കണം, അല്ലെ ചർച്ചിൽ പ്രവർത്തിക്കണം, സമുദായത്തിൽ പ്രവർത്തിക്കണം, ആക്റ്റീവ് റോളിൽ വരണം, ഇങ്ങനെയൊക്കെ പണ്ട് പറ്റാതെ പോയിരുന്ന കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും എന്ന് വരുമ്പോൾ നമ്മുടെ ലൈഫ് കൺസ്ട്രക്റ്റീവ് ആകും, മീനിങ് ഫുൾ ആകും, നമുക്ക് ജീവിക്കാനുള്ളൊരു ആവേശം കിട്ടും, ഹോപ്പ്, സന്തോഷം, ഇങ്ങനെയുള്ള ഫീലിങ്സ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം, നമുക്ക് ഈ ഒരു ഏജിലുണ്ടാവുന്ന ഫീലിങ്സ് ഒന്നിൽ ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ ഡെസ്പയർ എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ കാലത്തിലോട്ട് നോക്കുമ്പോൾ ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നതൊക്കെ ഞാൻ ചെയ്തു, എൻ്റെ തൊഴിൽപരമായിട്ടൊക്കെ ചെയ്തു, കുടുംബത്തിനുള്ളതൊക്കെ ഞാൻ ചെയ്തു, ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, ഐ എം ഹാപ്പി, ഞാൻ സന്തോഷവതിയാണ്, അല്ല സന്തോഷവാനാണ്, ചെയ്തതിലൊക്കെ സന്തോഷവാനാണ്. അങ്ങനെ നമുക്കൊരു ഫുൾഫിൽമെൻറ്റാണ് വരുന്നത്. പിന്നെ നമുക്ക് ഫ്യൂച്ചറിനെ പറ്റിയുള്ള ഹോപ്പുമാണ്. അതേസമയം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല, അത് ചെയ്യേണ്ടതായിരുന്നു, അങ്ങനെ കുറേ നഷ്ടങ്ങളുണ്ടാക്കി വെച്ചു, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെസ്പെയറാണ്, നിരാശയാണ് ഉണ്ടാവുക. അപ്പം നമുക്ക് ആ ഒരു ആൻസൈറ്റിയും ഡിപ്രഷനും കൂടും. സോ എപ്പോഴും നമ്മളൊരു ഫുൾഫിൽമെൻറ്റിൻ്റെ അവസ്ഥയിൽ വരണമെങ്കിൽ ഒരു പോസിറ്റീവ് തോട്ടിനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി പിന്നെ സീനിയേഴ്സ് അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നം എൽഡർ അബ്യൂസ് എന്നാണ്. നമ്മൾ ചൈൽഡ് അബ്യൂസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എൽഡർ അബ്യൂസാണ്. അത് ഒത്തിരി പേര് നമ്മൾ കൗൺസിലിങ്ങിലൊക്കെ വരുമ്പം പലരുടെയും വിഷമങ്ങൾ കേൾക്കാറുണ്ട്. അത് ചിലപ്പം അത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ നിന്നായിരിക്കും കൂടുതലും വരിക. വെർബൽ അബ്യൂസ് ഉണ്ടാവാം, അല്ലെ ഇമോഷണൽ അബ്യൂസ് ഉണ്ടാവാം, ഫിസിക്കൽ അബ്യൂസ് ഉണ്ടാവാം. നമ്മുടെ അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ അവരുടെയൊക്കെ മക്കളല്ലേ, കൊച്ചുമക്കളുടെയൊക്കെ ഒരു നോട്ടം, അവരുടെ വാക്ക്, ഞാൻ അവർക്കൊരു ഭാരമാണ്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെയുള്ളൊരു നെഗറ്റീവ് അപ്രോച്ച് നമുക്ക് സീനിയേഴ്സിന് ഒരു ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടാക്കും. ചിലരുടെ കാര്യങ്ങളൊക്കെ വളരെ പരിതാപകരമായ ഒരവസ്ഥയായിരിക്കും. വീട്ടിൽ നിന്ന് ഇറക്കി വിടുക, അല്ലെങ്കിൽ പിന്നെ അവരുടെ പ്രോപ്പർട്ടി നഷ്ടപ്പെടുക, പ്രോപ്പർട്ടിയൊക്കെ മക്കൾക്കെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു അവകാശമില്ലാത്തൊരവസ്ഥ വരിക, ഇൻകം ഇല്ലാത്ത അവസ്ഥ വരിക. അല്ലെങ്കിൽ നമുക്ക് ഈ ഫാമിലി ഒക്കെ വരുമ്പോൾ അറിയാം, ഒത്തിരി
പിന്നെ ചിലപ്പോൾ മരുമക്കൾ പൊരുത്തപ്പെടാൻ പറ്റാത്തവരായിരിക്കാം. പല രീതിയിലുള്ള വിഷമങ്ങൾ ഫാമിലിക്കകത്ത് ഉണ്ടാവുന്നുണ്ട് ഫാമിലി മെമ്പേഴ്സിൽ നിന്നും. സോ അതൊരു പിന്നെ എൽഡർ പീപ്പിൾ അനുഭവിക്കുന്ന ഒരു അബ്യൂസാണ്. പിന്നെന്നുള്ളതാണ് നമ്മുടെ ഒരു ഡിജിറ്റൽ പ്രശ്നം. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം ഒരു ഡിജിറ്റൽ ഇതാണ്. നമുക്കിപ്പോൾ തന്നെ നമ്മളിങ്ങനെ ഈ വെബിനാർ നടത്തുന്നതന്നെ ഈ ഒരു സിസ്റ്റത്തിലൂടെ ആണല്ലോ അല്ലേ. അപ്പം നമുക്ക് ഇതുമായിട്ട് വരുമ്പോൾ ഈ ടെക്നോളജി ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഞാനും ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെയും ഞാൻ എനിക്ക് വളരെ 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 പൂവർ നോളജാണ് ഇതിനകത്തുള്ളത്. അപ്പം ഇത് ഇന്നത്തെ കാലഘട്ടം വരുമ്പോൾ നമ്മൾ ഇതിനകത്തെല്ലാം എല്ലാത്തിനകത്ത് ബാങ്കിങ് ആണെങ്കിലും ഹെൽത്ത് ആക്സസിന് ഒക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എൽഡേഴ്സിനെ പഠിപ്പിക്കുക, എൽഡേഴ്സും കുറച്ചും കൂടി അതിനകത്ത് എനിക്കിത് പഠിക്കേണ്ടതാണെന്നുള്ളത് നമ്മൾ നല്ലോണം മോട്ടിവേറ്റഡ് ആയിട്ടൊന്ന് എഫേർട്ട് എടുത്തെങ്കിൽ ഇത് പഠിക്കാനും പറ്റുള്ളൂ. നമ്മുടെ ബ്രെയിൻ അത്ര എളുപ്പത്തിൽ ഇത് ഗ്രാസ്പ് ചെയ്യത്തില്ല. കൊച്ചു പിള്ളേരൊക്കെ പെട്ടെന്നായിരിക്കും ഇതിനകത്ത് വരുന്നത്. അവരുടെ ബ്രെയിൻ അങ്ങനെ കണ്ടീഷൻഡാണ്. നമുക്ക് കുറച്ച് എഫേർട്ട് എടുത്തെങ്കിൽ ഇതൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് നമ്മൾ എഫേർട്ട് എടുത്ത് പഠിച്ചെങ്കിലേ നമുക്ക് മുൻപോട്ട് ഈ ഒരു സിസ്റ്റത്തിൽ പോകാൻ, ഈ കാലഘട്ടത്തിൽ പോകാൻ പറ്റുള്ളൂ. ഇനിയും മറ്റൊന്നുള്ളതെന്ന് പറയുമ്പോൾ ഈ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന ഒരു കാര്യം, സ്ത്രീകൾക്ക് കുറച്ചുകൂടി കൂടുതൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞാൽ നമുക്ക് നോക്കെങ്കിൽ അവർക്ക് കുറച്ചുകൂടി വിഡോ ആയിട്ട് ജീവിക്കുന്ന സ്ത്രീകളുടെ എണ്ണമാണ് കൂടുതലും വരുന്നത്. അപ്പം അവർക്ക് കുറച്ചുകൂടി ലൈഫ് സ്പാൻ കൂടുന്നു, ഇങ്ങനെയൊക്കെ സ്റ്റഡീസ് പറയുന്നുണ്ട്. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ കൂടുതലും ഡിപ്പെൻഡൻ്റ് ആവും. അവർക്ക് വരുമാനം ഇല്ലെങ്കിൽ അവർ വളരെ ഒരു വൾണറബിൾ സിറ്റുവേഷനിലാവും. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ വരുന്നുണ്ട്. പിന്നെ മറ്റൊന്നുള്ളതാണ്, ലൈഫ് സ്പാൻ മൊത്തത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു പിന്നെ നമ്മുടെ ഹെൽത്ത് കെയറും അങ്ങനെയൊക്കെ വരുമ്പോൾ ലൈഫ് സ്പാനും കൂടിയിട്ടുണ്ട്. ഇപ്പോൾ 80+, 90+ ഒക്കെ ഉണ്ട്. അപ്പം ലൈഫ് സ്പാൻ കൂടുമ്പോൾ എന്താണ്, നമുക്ക് ഈ സീനിയേഴ്സിന് കൊടുക്കേണ്ട സർവീസിൻ്റെ നീഡും കൂടി വരുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യവും വരുന്നുണ്ട്. പിന്നെ വേറെന്നുള്ളത്, നമ്മളുടെ ഈ ലാർജ് പോപ്പുലേഷൻ ഓഫ് എൽഡർലി പീപ്പിൾ പിന്നെ അർബൻ ഏരിയാസ്, ഇത് കുറച്ചുകൂടി റൂറൽ ഏരിയാസിലാണെന്നാണ് പറയുന്നത്. ഇപ്പം നമുക്കൊരു സിറ്റീസിലൊക്കെ ജീവിക്കുമ്പോൾ പെട്ടെന്നൊന്ന് വിളിച്ചാൽ ആംബുലൻസ് വരും, അല്ലെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് പെടാം. ഇപ്പം റൂറൽ ഏരിയയിൽ താമസിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്നൊരു മെഡിക്കൽ സർവീസ് കിട്ടാൻ കുറച്ചുകൂടി സമയമെടുക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നുണ്ട് സീനിയേഴ്സിന്. ഇതൊക്കെ ഇത്രയും ഒരു ജനറലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും അല്ലേ? ഹലോ, കേക്കാം. ഓക്കെ. എന്തേലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം. നമ്മളെല്ലാവരും ഇതിനകത്ത് ജീവിക്കുന്നവരാണ്. ഈ പറയുന്ന പലതും ഞാനും അനുഭവിക്കുന്നുണ്ട്. എനിക്കും മുട്ടുവേദനയുണ്ട്, അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ ഉണ്ട്, അല്ല ഇത് മൊബിലിറ്റി പ്രശ്നമുണ്ട്, ഇയർ ഇംബാലൻസ്, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ പോലെ ഉണ്ടാവും. ഓക്കെ, ഇനി കോപ്പിംഗ് മെക്കാനിസം ആണ് അടുത്തത്. നിങ്ങൾക്ക് എല്ലാം ഇത് കഴിയുമ്പോൾ ആഡ് ചെയ്യാം, കാരണം നമ്മളെല്ലാവരും ഒരുപോലെ ജീവിക്കുന്നവരാണ്. ഇനി അല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. ഒരു മിനിറ്റ്. വേറൊരു കാര്യം കൂടി ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് പറയാം ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ഇൻറ്റിമസി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് വിട്ടുപോയി ഞാൻ പറയാൻ. കപ്പിൾസ് തമ്മിൽ സീനിയേഴ്സ് വരുമ്പം ഈ റീകപ്ലിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞല്ലോ, ആ സമയത്തെ നമ്മൾ മുൻപോട്ടുള്ള ജീവിതത്തിന് ഏറ്റവും ശക്തി കൊടുക്കുന്നത് അവർ തമ്മിലുള്ള ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ഇൻറ്റിമസിയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതും നമ്മുടെ മുൻപുള്ള ജീവിതകാലങ്ങൾ നമ്മൾക്ക് തന്നിട്ടുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ ഇമോഷണൽ ഇൻറ്റിമസി തോന്നുന്നത്. അപ്പം അവിടെ ഈ ഇമോഷണൽ ഇൻറ്റിമസി എന്ന് പറയുമ്പോൾ, ഇപ്പം വളരെ ദുഃഖകരമായ ഒരു കാര്യം, നമ്മളിപ്പോൾ കൗൺസിലിങ്ങിലൊക്കെ വരുന്നവരെ ഒരു 35-നും 45-നും ഒക്കെ ഇടയ്ക്ക്, അല്ലെങ്കിൽ 30 തൊട്ടെന്ന് വേണമെങ്കിൽ പറയാം, പല ചെറുപ്പക്കാരായ പിള്ളേർ പറയുകയാണ്, അവരൊക്കെ ലവ് മാരേജ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരും ഉണ്ട് ആ കൂട്ടത്തിൽ. അവർ പറയുകയാണ്, ഞങ്ങൾ തമ്മിൽ ഇമോഷണലി ഇപ്പോൾ ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല, ഞങ്ങൾ 2 ബെഡ്റൂമിലാണ് കിടക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾക്ക് കണ്ണു തള്ളിപ്പോവും. ചെറുപ്പക്കാരായ പിള്ളേരാണ്, 30-നും 45-നും വയസ്സിനിടയ്ക്കുള്ള
കുട്ടികളാണ്. വിദേശത്തൊക്കെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, വളരെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്കൊക്കെ നല്ല ഇൻകവും നല്ല പവറിലും നല്ല എഡ്യൂക്കേഷനും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പം അവരാണ് പറയുന്നത് ഞങ്ങൾക്ക് ഒരു ഇൻറ്റിമസി ഇല്ല, ഇമോഷണൽ ഇൻറ്റിമസി ഇല്ല. തിരക്കിട്ട ജീവിതത്തിൽ ഇവരിങ്ങനൊരു ഓട്ടമാണ്. നമ്മളുടെ ഈ ഒരു അതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ തിരക്കിട്ട് ജോലിക്കും പിള്ളേരെ വളർത്തിയിട്ടും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓടി ഓടി നമ്മൾ കല്യാണം കഴിച്ചപ്പോൾ നമ്മൾ രണ്ടുപേരായിട്ടാണ് ജീവിതം തുടങ്ങിയത്. അന്നൊരു ഹണിമൂണും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിരുന്നു, ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. പിന്നെ ഈ ഓട്ടത്തിനിടയ്ക്ക് കൂടെ ഒരാളുണ്ടെന്നുള്ളത് നമ്മളങ്ങ് മറന്നുപോകും. അപ്പം അങ്ങനെ വന്ന് കഴിയുമ്പോൾ പിള്ളേരൊക്കെ അവരവരുടെ വഴിക്ക് പോയി കഴിയുമ്പം ഈ നമ്മൾ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻ്റ് അങ്ങ് പോവുകയാണ്. അത് വരുന്നതായ സമയത്ത് ആ ഒരു വലിയൊരു വീർപ്പുമുട്ടില്ല. ഈ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാലഘട്ടം നമുക്ക് വളരെ സമാധാനത്തോടെ സ്വസ്ഥതയോടെയും ജീവിക്കാൻ പറ്റും. ഞങ്ങൾ രണ്ടുപേരുമുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് എന്നുള്ള ഒരു ആത്മബലമാണ്. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഞാനത് പറഞ്ഞു, പണ്ടൊക്കെ നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ കാണാം അപ്പച്ചനും അമ്മച്ചിയും 2 ബെഡിലായിരിക്കാം, അല്ലെങ്കിൽ 2 റൂമിലായിരിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ചെറുപ്പക്കാർ പിള്ളേർ പോലും 2 ബെഡ്റൂമിലേക്കായി പോകുന്ന ഒരവസ്ഥയാണ്. അപ്പം ഇത് ജീവിതത്തിനെ ഡ്രൈ ആക്കും, അങ്ങ് ഡള്ളാക്കും. നമ്മൾ എന്തൊക്കെ നേടിയെടുത്താലും നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു മരവിച്ച അവസ്ഥയാണ്. മനസ്സിൻ്റെ ആ സോൾ ഹാപ്പിനെസ് കിട്ടുകയില്ല. അപ്പം അതുകൊണ്ട് ഈ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടത് ഏജ് വൈസ് വരുമ്പം അവിടെ ഒരു കാര്യം കൂടിയുണ്ട്. സ്ത്രീകൾക്ക് മെനോപോസിൻ്റെ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടാവും, അപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. ആ പ്രോസസ്സിൽ കൂടെ, മെനോപോസിൽ കൂടെ പോകുന്നൊരു സമയമാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും ചോദിച്ചാൽ ഒത്തിരി ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകും. ഹോർമോണൽ ഇംബാലൻസും ഹോർമോണൽ ഇഷ്യൂസും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് സങ്കടവും ദേഷ്യവും ഇറിറ്റബിലിറ്റിയും ഒക്കെ ഉണ്ടാവാറുണ്ട്. പ്ലസ് ഇവർക്ക് ഈ സെക്ഷൽ ലൈഫിനോടുള്ള താല്പര്യങ്ങൾ കുറയാം, സെക്ഷൽ ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല. കാര്യം അവരുടെ ഈസ്ട്രജൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. എന്നാൽ പുരുഷന്മാർക്ക് പ്രോസ്ട്രജൻ ഹോർമോൺ അവരുടെ അവസാനം വരെയും അത് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് അവരിൽ ആ ഒരു സെക്ഷൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതൊരു അവരുടെ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഒരു വലിയ പ്രശ്നം, കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാറുണ്ട്. ഒത്തിരി പേര് സങ്കടം പറയാറുണ്ട്. അപ്പോൾ അവർ പറയും, പിന്നെ സാധാരണ എല്ലാവരും നമ്മളിപ്പോൾ പിള്ളേരായി, കൊച്ചുമക്കളായി, ഇനിയിപ്പോൾ എന്താണ് ഇതൊക്കെ നമ്മൾ ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ താല്പര്യം കൊടുക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചിന്തിക്കും കൂടുതലും സ്ത്രീകൾ. പക്ഷെ അവർക്ക്, പുരുഷന്മാർക്ക് അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, അവരുടെ ബോഡിയിൽ അങ്ങനെ ഒരു ഹോർമോൺ ഉള്ളത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതുകൊണ്ട് അവർക്കതുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക, ഇവർ തമ്മിലൊരു ഇമോഷണൽ ഇൻറ്റിമസിയും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര അകൽച്ചയിലേക്ക് പോകും. കാരണം ഈ ഭാര്യ എന്ന് പറയുന്ന ആൾ ഒത്തിരി അങ്ങ് ഡിറ്റാച്ച് ചെയ്യും, അകന്ന് മാറാൻ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അകന്ന് മാറാൻ നോക്കും. നമ്മൾ കൗൺസിലിംഗ് വരുമ്പോൾ അറിയാം, ഇവർ പല രീതിയിലുള്ള അടവുകൾ പ്രയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിന്നെ വഴക്കുണ്ടാക്കിയാൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കി അകന്നു മാറും. ഇത് ഭയങ്കരമായിട്ട് മനസ്സിന് ഒരു ഭയങ്കര ഹെവിനെസ്സാണ്, ഒരു ഭാരമാണ്, സ്ട്രഗിളാണ്. അവർക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. അവർക്ക് പുറത്തിത് ആരോടും പറയാൻ പറ്റില്ല, ആ ഒരവസ്ഥയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പരസ്പരം മനസ്സിലാക്കണം ഈ ഒരു അവസ്ഥ. അപ്പം ഇവിടെ ഈ ഒരു ഏറ്റവും പ്രധാനം സ്നേഹമെന്നുള്ളതാണ്. അവിടെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ സെക്ഷൽ ലൈഫ് എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി ഒന്നിച്ചായിരിക്കുക, ചേർന്നിരിക്കുക, ഒന്ന് ടച്ച് ചെയ്യുക, ഒന്ന് ചേർത്ത് പിടിക്കുക, ഒന്ന് ഇങ്ങനെ പ്രയാസത്തിൽ താങ്ങായി നിൽക്കുക, ഒന്ന് ചേർത്ത് പിടിക്കുക, ഇതൊക്കെ തന്നെ ഭയങ്കര ആശ്വാസമാണ്. അപ്പോൾ ചിലർ പറയും എൻ്റെ കൂടെ നിരുന്നാൽ മതി, ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി. അപ്പോൾ പല സ്ത്രീകളും ചേർന്നിരിക്കില്ല, കാരണം അവർക്ക് പെട്ടെന്ന് ഇനി അതിപ്പോൾ അടുത്തൊരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്കുള്ള ഒരു ഡോറായി പോകുമോ, എന്നാൽ അവൻ മാറിപ്പോയേക്കാം എന്നുള്ള രീതിയിൽ അകന്നകന്നകന്ന് മാറും. അപ്പോൾ അത് മനസ്സിലാക്കുക. നമ്മൾ എത്രയും ഇവിടെ നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാരെ നമ്മൾ അങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്ത് വിടുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ആ ഒരു ഇമോഷണൽ ഫിസിക്കൽ ഇൻറ്റിമസി അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പിന്നെ സെക്ഷൽ റിലേഷൻഷിപ്പ് മാത്രമല്ല എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത്, അവരൊന്നിച്ചിരിക്കുന്നു, ചേർന്നിരിക്കുന്നു, പിന്നെ ആ ഒരു ജസ്റ്റ് ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നാലും മതി, അതിനകത്തൊരു അവർക്കൊരു വണ്ടർ
ഫൺനെസ് ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത ആൾക്കാർക്ക് ആ ഒരു ലൈഫിനെ അവർക്കൊരു ഒരു ഒരു ബോണ്ടിങ്, ഇമോഷണൽ ബോണ്ടിങ്, ഫിസിക്കൽ ബോണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളതാണ്. ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇത് കഴിയുമ്പോൾ ആരെങ്കിലും ഒരാൾ വേർപെട്ട് പോകുന്നൊരവസ്ഥ വരും. അപ്പോൾ അതിൻ്റെ ഒരു സിംഗിൾ സ്റ്റേജാണ്. സിംഗിൾ സ്റ്റേജ് വരുമ്പോൾ അവിടെ അത് വലിയൊരു ദുഃഖകരമായൊരവസ്ഥയാണ്. നമ്മൾ തന്നെ ആകുന്ന ഒരവസ്ഥയാണ്. നമുക്കറിയില്ല എപ്പോഴാണ് എന്താ ഏതാന്നും അറിയില്ല. അപ്പം ഇതിനൊക്കെ വളരെ നേരത്തെ നമ്മളപ്പോൾ ഒന്ന് മനസ്സുകൊണ്ടൊന്ന് പ്ലാൻ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ചില ആൾക്കാരൊക്കെ വളരെ നേരത്തെ തന്നെയൊക്കെ പറയും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു പ്ലാൻ ചെയ്യും, പ്രിപ്പയർ ചെയ്യും. പിന്നെ നമുക്ക് ഒരു വലിയൊരു വീട്ടിൽ തനിയൊക്കെ ജീവിക്കാമെന്ന് പറയുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്. ജീവിക്കുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, മെയ്ഡിനെയൊക്കെ വെച്ചിട്ട് ജീവിക്കുന്നവരുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ഒരു ട്രെൻഡ് വരുന്നുണ്ട്. ഒരു സീനിയർ സിറ്റിസൺ ഹോം എന്നും പറഞ്ഞിട്ട്, അല്ല സീനിയർ സിറ്റിസൺ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഒരു ബിസിനസ് രീതിയിലായി പോകുന്നുണ്ട്. ഭയങ്കരമായിട്ടൊരു ബിസിനസ് രീതിയിലാണ് സീനിയർ സിറ്റിസൺ ഹോം, ഭയങ്കര എക്സ്പെൻസീവായിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷെ അതല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ, നമ്മുടെ വില്ലേജിലൊക്കെ തന്നെയും ആർക്കെങ്കിലുമൊക്കെ താല്പര്യമാണെങ്കിൽ ഒരു പ്ലോട്ടിൽ ചെറിയ ചെറിയ വീടുകൾ വേണമെങ്കിൽ 1 ബെഡ്റൂം ഒക്കെ മതി, 1 ബെഡ്റൂം ഹോൾ, അങ്ങനെയൊക്കെ ഒരു 10 വീടാണെങ്കിലും 10 കൊച്ചു കൊച്ചു വീടുകളാണെങ്കിലും മതി. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ടാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു കൂട്ടായ്മ പോലെ താമസിക്കാൻ പറ്റും. ചില ആൾക്കാർ റിട്ടയർമെൻറ്റ് ഒരുപോലെ ഒന്നിച്ച് ജീവിച്ച ആൾക്കാരൊക്കെ, ഒന്നിച്ച് ജോലി ചെയ്ത ആൾക്കാരൊക്കെ പറയും, നമുക്ക് ഒരിടത്ത് ഒരു പ്ലോട്ട് വാങ്ങി നമുക്ക് എല്ലാവർക്കും ആ ക്യാമ്പസിനകത്ത് വീട് വയ്ക്കാം. അപ്പോൾ എന്താണ്, ആ ഗ്രൂപ്പ് അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒരു ക്യാമ്പസിൽ വിളിച്ച് താമസിക്കുക. അപ്പോൾ അവിടെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് അസുഖം ഉണ്ടെങ്കിലും എല്ലാവരുടെയും കെയർ കിട്ടും. ഇനി ആരെങ്കിലും ഒരാൾ ഈ പറഞ്ഞ പോലെ സിംഗിൾ ആകുവാണെങ്കിലും അവരുടെ ഫെലോഷിപ്പ് കിട്ടും. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്കൊന്ന് മുൻകൂട്ടി നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഒരു വില്ലേജിലൊക്കെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല കാര്യമാണ്. എനിക്കും അങ്ങനെ ഒരു ഡ്രീമൊക്കെ ഉണ്ടായിരുന്നു ചെയ്യണമെന്ന്. ജോൺസണോടൊക്കെ ഞങ്ങൾ പങ്കുവെച്ചിട്ടുള്ളതായിരുന്നു ഇത്. പക്ഷേ ഇതുവരെയും അത് പ്രാക്ടിക്കൽ ആയിട്ടില്ല. നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യമാണത്. പിന്നെ ഈ സിംഗിൾ സ്റ്റേജും വരുമ്പോൾ ഇവിടെയെല്ലാം നമ്മുടെ മനസ്സാണ്. നമുക്കിപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്, റിയാലിറ്റിയാണ്. അതനുസരിച്ച് ഒത്തിരി പേര് സിംഗിളായിട്ടുള്ളവരും ആ റിയാലിറ്റിയെ മനസ്സിലാക്കിയിട്ട് നല്ലൊരു സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്കത് ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തന്നെ ജീവിക്കുമ്പോൾ ഒരു വലിയ ഏകാന്തതയും ലോൺലിനെസ്സും തോന്നും. മുമ്പേ പറഞ്ഞ പോലെയൊക്കെ ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊരു വളരെ നമുക്ക് ഒരു ബാക്കി നമ്മൾക്ക് ശേഷിച്ചിരിക്കുന്ന ആ സമയങ്ങളും കൺസ്ട്രക്റ്റീവായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും. ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ ആൾക്കാർ ചെയ്യുന്നവരുണ്ട്. ഇപ്പം നമുക്ക് നിങ്ങളുടെ പരിചയത്തിലും കാണും. എനിക്കും കുറേ പേരെ അറിയാം, തന്നെയുള്ള ആൾക്കാർ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടും ഒക്കെ അവരുടെ ലൈഫ് വളരെ എൻറിച്ച് ചെയ്ത് കൊണ്ടുപോകുന്നിട്ടുള്ളവരും ഉണ്ട്. ഇനി ഈ കോപ്പിംഗ് സ്കില്ലിനകത്ത് പറയുമ്പോൾ ഏറ്റവും ഞാൻ നേരത്തെ പലതും പറഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും ഒന്ന് നമ്മുടെ ഈ സോഷ്യൽ നെറ്റ്വർക്കിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുമുമ്പ് നാം പറഞ്ഞതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ ചർച്ച്, അല്ല നമ്മുടെ മറ്റ് സമുദായങ്ങൾ എവിടെയായിരുന്നാലും സൊസൈറ്റിയിൽ ഒക്കെ നമ്മൾ നല്ലവണ്ണം ആക്റ്റീവായിട്ടും പിന്നെ ഇരുന്നിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമുക്ക് ഫാമിലി ഫെലോഷിപ്പ്, ഇപ്പം നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു സീനിയർ സിറ്റിസൺ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ബന്ധുക്കളെയൊക്കെ പോയിന്ന് കാണാം, എല്ലാ ഫ്രണ്ട്സിനെയൊക്കെ ഇന്ന് പോയി കാണാം. പിന്നെ നേരത്തെ പോകാൻ പറ്റാതിരുന്നിട്ടുള്ള ആൾക്കാരെയൊക്കെ ഇന്ന് പോയി കാണാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ ഉണ്ടല്ലോ സീനിയർ സിറ്റിസൺ ഇപ്പം നിങ്ങൾ തന്നെ ഇങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിനകത്തൊക്കെ ആക്റ്റീവ് ആകുന്നു. ഇതെല്ലാം നമ്മുടെ ഈ ഒരു ഏകാന്തത അല്ലെങ്കിൽ അതിനെ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ മുമ്പുള്ള പാസ്റ്റ് ലൈഫിൻ്റെ ഒരു കണ്ടിന്യൂഷൻ. നമുക്ക് നേരത്തെ അങ്ങനെ ഒരു ലൈഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഒഴുക്കിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യും. പിന്നെ ഈ ടെക്നോളജി പഠിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞല്ലോ, നമ്മളും കുറച്ചുകൂടെ ഒക്കെ അതിനകത്ത് ഇപ്പം അക്ഷയ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പല സെൻറ്റേഴ്സും സീനിയേഴ്സിന് ഈ ടെക്നോളജിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളും അതിനുള്ളൊരു എഫേർട്ട് എടുത്ത് പഠിക്കാനായിട്ട് ചെയ്യുക എന്നുള്ളതാണ്.
പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ലീഗൽ നോളജ്, ലീഗൽ അഡ്വക്കേസി, ഇപ്പം എനിക്ക് തോന്നുന്നു പിന്നെ ഈ മെയിൻ്റനൻസ് ഫോർ സീനിയർ സിറ്റിസൺസ് ആൻഡ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ലോ ഒരു ആക്ട് ഉണ്ടല്ലോ 2007 തുടങ്ങിയിട്ടുള്ളത്. അതിനകത്ത് അവർക്ക് അവരുടെ പിന്നെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് മെയിൻ്റനൻസ് കിട്ടാനും പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ഒക്കെ അവരെ സംരക്ഷിക്കുന്ന ഒരു ലോയാണത്. അത് എനിക്ക് തോന്നുന്നു നമ്മൾ പിന്നെ എല്ലാവർക്കും സ്വത്തുക്കളൊക്കെ വീതിച്ച് കൊടുത്തിട്ടും മക്കൾക്ക് വീതിച്ച് കൊടുത്തിട്ട് ഈ പേരൻസിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ ഈ പേരൻസിനെ തന്നെ തിരിച്ച് പ്രോപ്പർട്ടി കിട്ടത്തക്ക രീതിയിലൊക്കെ ആ ലോ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ ഹെൽത്ത് കെയർ സപ്പോർട്ട് എന്ന് പറയുന്നത് വരുമ്പോൾ അതിനകത്തുള്ളത് ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇപ്പം എല്ലാവരും ഒത്തിരി ഹെൽത്ത് കോൺഷ്യസ് ആണ്. അപ്പം നമുക്ക് ഈ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഹെൽത്ത് കെയർസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളൊരു വലിയ കാര്യമാണ്. ഇപ്പം എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് അവരുടെ ഫുഡ് ഒത്തിരി പേര് ആ ഒരു പിന്നെ 60 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഫുഡ് വേണം, അതിനനുസരിച്ചിട്ടുള്ള ഫുഡ്, ഹെൽത്തി ഫുഡൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുന്നവരാണ്. പിന്നെ അത്യാവശ്യം കുറച്ച് എക്സസൈസുകളൊക്കെ ചെയ്യുന്നുണ്ട്. പലരും യോഗ ചെയ്യും, നടക്കാൻ പോകും, ഇങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റെസ്റ്റ്, പ്രോപ്പർ റെസ്റ്റ്. സോ ഹെൽത്തി ഫുഡ്, പല ഹെൽത്ത് റെമഡീസ്, റെസ്റ്റ്, ഇങ്ങനെ പിന്നെ എക്സസൈസൊക്കെ ചെയ്തത് നമ്മുടെ ഈ ഒരു ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, ഹെൽത്ത് കെയർ ആണത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റെഗുലർ മെഡിക്കൽ ചെക്കപ്പും ചെയ്യുക. ഒരു കംപ്ലീറ്റ് മെഡിക്കൽ ചെക്കപ്പ് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒക്കെ ചെയ്യുക എന്ന് നമ്മൾ ആ രീതിയിൽ ചെയ്യുക. പിന്നെ നമ്മുടെ വീട്ടിലും നമ്മളൊരു സേഫ്റ്റി മോഡിഫിക്കേഷൻ ചെയ്യാമെന്ന് പറയും. നമ്മൾ വീടിനകത്ത് തന്നെ ഇപ്പം സ്ലിപ്പറി അല്ല, സ്ലിപ്പ് ചെയ്യാത്ത ഫ്ലോറ്, പിന്നെ നമ്മൾ സ്റ്റെപ്പിൻ്റെ അടുത്തൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു കൈവരി പിടിപ്പിക്കുക, പിടിച്ചു കയറാനായിട്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വീടിനകത്ത് നമ്മുടെ ആവശ്യാനുസരണമൊക്കെ ക്രമീകരിക്കാവുന്നതാണ്. പിന്നെ ഒന്നുള്ളത് പിന്നെ നമ്മൾ ഇന്റർ ജനറേഷണൽ ബോണ്ടിങ് എന്ന് പറയും. ഇപ്പം ശരിക്കും സ്വാഗതം പറഞ്ഞ മോന് അവൻ പറഞ്ഞു, പിന്നെ അദ്ദേഹം പറഞ്ഞു ഇത് സ്വാഗതം പറഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് നിന്ന് പോകണമെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഭാവിയിൽ ഈ ഒരു നമ്മുടെ ഈ യങ്ങർ ജനറേഷനും സീനിയർ ആൾക്കാരും കൂടി ചേർന്ന ഓരോ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ഡേ വെക്കാം. അപ്പം ഇപ്പം നമുക്ക് ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, ചിൽഡ്രൻസ് ഡേ ഒക്കെ ഉണ്ട്. ഒരു ഗ്രാൻഡ് പേരൻസ് ഡേ വെക്കാം. അപ്പം നമുക്ക് നമ്മളുടെ ഗ്രാൻഡ് പേരൻസിനെ എല്ലാം കൂടെ കൂട്ടി അവരുടെ ചെറുമക്കളും കൂടെ കൂടി അവർക്കുള്ള എന്തെങ്കിലും ഗെയിമുകൾ, അവരുടെ ഇൻ്ററാക്ഷൻസ്, ആക്ടിവിറ്റീസ് ഇങ്ങനെയൊക്കെ വെക്കാൻ പറ്റും. അത് പിന്നെ ആ ഒരു ബോണ്ടിങ് ഉണ്ടാക്കും. അടുത്ത യങ്ങർ ജനറേഷനുമായിട്ട് ഒരു ബോണ്ടിങ് ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ നല്ലതാണ്. പിന്നെ ഇമോഷണൽ ഫിസിക്കൽ ഇൻറ്റിമസിക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അതിനുള്ള പ്രാധാന്യം കൊടുക്കണം. അതിനൊത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്, കുറേ ആക്ടിവിറ്റീസൊക്കെ ഞാൻ പറയാം. അങ്ങനെ എവിടെയെങ്കിലും ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരൊരു കൗൺസിലിങ്ങിനൊക്കെ പോകുന്നത് നല്ലതാണ്. കാരണം ഇതൊക്കെ ഈ പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് കിടക്കുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് ഈ മുമ്പുള്ള ജീവിച്ച് വന്ന കാലഘട്ടത്തിലെ കല്യാണം കഴിഞ്ഞു പേരൻറ്റിങ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്ന കാലഘട്ടത്തിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കുറേയേറെ ദേഷ്യം, സങ്കടം, വലിയ ബിറ്ററായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഈ പങ്കാളികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് ഒരു സപ്രസ്ഡ് ആങ്കറായിട്ടും പെയിനായിട്ടും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞുകൂടി കിടക്കും. ഈ കടിഞ്ഞുകൂടി കിടക്കുന്ന ആങ്കർ ചിലർക്കൊരു വെറുപ്പും കൂടി വരാം കേട്ടോ. അങ്ങനെ ഒരു വെറുപ്പിൻ്റെ അവസ്ഥയിൽ പോലും എത്തിപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ എത്തി നിൽക്കുന്ന ആൾക്കാർക്ക് നമുക്കൊരു ഇമോഷണലി ഡിറ്റാച്ച്മെൻ്റ് ആയിപ്പോവും. അപ്പോൾ ഈ പ്രായത്തിൽ വന്ന് അങ്ങോട്ട് സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. അപ്പോൾ അവർക്ക് സപ്രസ്ഡ് ആങ്കറും സങ്കടവും ദേഷ്യവും വെറുപ്പും ഒക്കെ കിടപ്പുണ്ടാവും. അപ്പോൾ നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന പലരും സീനിയേഴ്സ് വരുന്നവർക്കൊക്കെയും പഴയ കുറേ പകയും ദേഷ്യവും കിടപ്പുണ്ട്. അതിനെ ഒന്ന് നമ്മൾ അലിയിച്ച് കളഞ്ഞ് തെറാപ്പിയൊക്കെ കൊടുത്തിട്ടാണ് അവരെ നമ്മൾ ഈ ഏജിൽ വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടി എന്നല്ല, അവർ നല്ല രീതിയിൽ ജീവിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. വളരെ നല്ല രീതിയിൽ. എൻ്റെ അടുത്ത് ഒരിക്കലും ഒരു ഇതുപോലെ ഒരു സീനിയേഴ്സാണ്, അവർ ദുബൈയിലൊക്കെ ജീവിച്ചിട്ട് നാട്ടിൽ വന്നവരാണ്. കുറേ നല്ലതായിട്ടൊക്കെ ചെയ്ത് പിള്ളേരൊക്കെ എല്ലാം പഠിച്ചതൊക്കെ ആയി, എല്ലാവരും പിന്നെ ജോലിയിലൊക്കെ ആയി. അയ്യോ, ഇവിടെ നേരി വന്ന് എന്നെ കാണാൻ. ഇവിടെ ഇരുന്ന് ഭയങ്കര യുദ്ധമായിരുന്നു, ഭയങ്കര യുദ്ധം. അവർ തമ്മിൽ അങ്ങ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ട് ഞാൻ നിർത്തിയിട്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയ്ക്കും അവരെ വാൺ ചെയ്യേണ്ടി വന്നു.
ആ ഒരു 2 മണിക്കൂർ സെഷനായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഞാൻ അവസാനം അതായത് ഈ പറഞ്ഞ മെനോപോസ് സ്റ്റേജും ഈ കാര്യങ്ങളും അവരുടെ ഇൻറ്റിമസിയും പിന്നെ അവരുടെ പഴയ ആങ്കർ, 2 പേർക്കും ആങ്കർ ഉണ്ടായിരുന്നു. 2 പേർക്കും ആങ്കർ ഇഷ്യൂസൊക്കെ 2 പേർക്കും തെറാപ്പി എല്ലാം കൊടുത്തു. കഴിഞ്ഞു പോയി. ഒരു സെഷനും കൂടി കഴിഞ്ഞു, തെറാപ്പി സെഷനും കഴിഞ്ഞു. മൂന്നാമത് അവർ വന്നപ്പോൾ ആദ്യം വന്ന സത്യത്തിൽ ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒളിവിലാണ്, എവിടാന്ന് ഭർത്താവിന് അറിയില്ല. അവരവരുടെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ എനിക്ക് കറങ്ങി നടക്കാണ്. അവരുടെ മക്കൾക്കറിയാം അമ്മ എവിടാന്നുള്ളത്, ഭർത്താവിന് അറിയില്ല. രണ്ടുപേരും രണ്ടായിട്ടാണ് ആദ്യം എൻ്റെ അടുത്ത് വരുന്നത്. രണ്ടാമത് വരുന്നത് 2 വീട്ടിൽ 2 ഇടങ്ങളിൽ നിന്ന് വന്നു. എന്നിട്ട് പക്ഷെ ആ 2 മണിക്കൂർ സെഷൻ യുദ്ധം കഴിഞ്ഞ് അവർ ഒരു കൂളായി കഴിഞ്ഞപ്പോൾ അവർ തീരുമാനിച്ചു ഭാര്യ തിരിച്ച് വീട്ടിലേക്ക് പൊക്കോളാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പോയി. പിന്നെ ഒരു തെറാപ്പി സെഷനും കൂടി 2 പേർക്കും കൊടുത്തു. പിന്നെ വന്നത് അയ്യോ അവർ ഭയങ്കര സന്തോഷമായിട്ടാണ്. 2 പേരും കുറച്ച് ദൂരെ നിന്നാണ്. അവർ 2 ഇലപ്പൊതിയൊക്കെ കെട്ടി വളരെ 2 പേരും പൊതിയൊക്കെ കെട്ടിയിട്ടാണ് ഞങ്ങൾ പിന്നെ ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഭയങ്കര സന്തോഷമായിട്ടാണ് അവർ പറഞ്ഞ് അവർക്ക് പിന്നെ അവരെ പറ്റിയിട്ട് ഒരു കുറ്റവും പറയാനില്ല. 2 പേർക്കും 2 പേരെ പറ്റിയിട്ടുള്ള നന്മകളും സന്തോഷങ്ങളും ഉള്ളൂ പറയാനായിട്ട്. എന്ന് വെച്ചാൽ ആ ഉള്ളിൽ കിടന്ന ഗാർബേജ് എല്ലാം അങ്ങ് പോയി, ആ വേസ്റ്റ് എല്ലാം പോയി. അപ്പോഴാണ് അവർക്ക് ഉള്ളിൽ സ്നേഹം കിടപ്പുണ്ട്, അടിത്തട്ടിൽ സ്നേഹമുണ്ട്, പക്ഷെ അത് പുറത്തേക്ക് വരില്ല. നമ്മുടെ ഈ റാന്തൽ വിളക്ക് പോലാണ്. വെട്ടം അകത്തുണ്ട്, പക്ഷെ പുക പിടിച്ചിരിക്കുന്ന ഒരു വെട്ടം പുറത്തോട്ട് വരില്ല. അപ്പോൾ ഈ കരിയൊക്കെ എടുത്ത് കളഞ്ഞു കഴിയുമ്പോഴത്തേക്കും വെട്ടം പ്രകാശമായിട്ട് വരും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് നമുക്ക് അവരോട് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കാണുകയാണെങ്കിൽ പരിചയപ്പെടുകയാണെങ്കിൽ അവരോട് നിങ്ങൾക്ക് തന്നെ തുറന്ന് സംസാരിക്കാം. ചിലപ്പോൾ നിങ്ങൾ തന്നെ തുറന്ന് സംസാരിക്കുമ്പോൾ മാറാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അതിനപ്പുറത്തോട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് എവിടെയെങ്കിലും ഒരു കൗൺസിലിങ്ങിനൊക്കെ റെഫർ ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. പിന്നെ ഇനിയും കുറച്ച് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞല്ലോ. ഈ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ പലരും പല ആക്ടിവിറ്റീസും ചെയ്യുന്നുള്ളവർ നമ്മളെല്ലാവരും പോകുന്നതാണ്. നടക്കാൻ പോകും, പിന്നെ അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും 2 പേരും കൂടെ നടക്കാൻ പോകും. പിന്നെ പലർക്കും വായിക്കാൻ ഇഷ്ടമുള്ളവർ കാണും. പണ്ടൊന്നും വായിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല ഓട്ടത്തിനിടയ്ക്ക്. അപ്പം നല്ലവണ്ണം വായിക്കാൻ താല്പര്യം കാണും. കുറച്ചൊക്കെ എഴുതുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എഴുതുക, അല്ലെ കവിത എഴുതുക, ചെറുകഥകൾ എഴുതുക, എഴുതാൻ ഉള്ള വാസനയുള്ളവർ. നമുക്കെല്ലാവർക്കും ഈ സമയമെന്ന് പറയുന്നത് നമ്മുടെ ഹോബീസ്, പാഷൻ, ഇൻട്രസ്റ്റ് ഇതിനെ ഫോക്കസ് ചെയ്യാനുള്ളൊരു സമയമാണ്. കാര്യം നമ്മൾ ഈ പേരൻറ്റിങ്ങിലും ജോലിയിലും ഓടി നടന്നായ സമയത്ത് ഇതിനൊന്നും സമയം കിട്ടിയിട്ടുണ്ടാവില്ല. സോ നമ്മുടെ പാഷൻ, ഇൻട്രസ്റ്റ്, ഹോബീസ്. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലർക്ക് ഫാമിംഗ് ആയിരിക്കും, ഗാർഡനിങ് ആയിരിക്കും, അല്ലെങ്കിൽ മ്യൂസിക് ആയിരിക്കും, ഡാൻസ് പഠിക്കാൻ പോകുന്നവരുണ്ട്. പല സീനിയേഴ്സും ഡാൻസ് പഠിക്കാൻ പോകുന്നവരുണ്ട്. കാര്യം അവർക്ക് ആ ഒരു ആഗ്രഹം ഉള്ളിൽ കിടക്കുന്നവരാണ്. ചിലർക്ക് പെയിൻറ്റിങ് പഠിക്കാൻ പോകുന്നവരുണ്ട്, മ്യൂസിക് പഠിക്കാൻ പോകുന്നവരുണ്ട്. സോ ഈ രീതി നമുക്ക് എന്തും ചെയ്യാം, നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ. ചിലർക്ക് പിന്നെ സ്പിരിച്വാലിറ്റിയിലായിരിക്കാം. അപ്പോൾ അവരൊരു സ്പിരിച്വൽ പ്ലേസുകൾ പോകും, വർഷിപ്പിൽ കൂടുതൽ പോകും, റിട്രീറ്റിന് പോകും. എന്താണോ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ചിലർക്ക് ഇപ്പം ടി വിയിൽ പ്രോഗ്രാം കാണും, അല്ലെങ്കിൽ ടി വിയും ഫോണും ഒക്കെ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചിലർക്ക് പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫാമിങ്, ചിലർക്ക് സ്പോർട്സ് ഗെയിംസൊക്കെ ഇഷ്ടമാണ്. സോ ഇതിൽ എന്താണോ അവരവർക്കാണ് അവരവരുടെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്താണെന്ന് അറിയുക. അപ്പം അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ചിലർക്ക് ഇങ്ങനെ സോഷ്യൽ സർവീസ് ആയിരിക്കും നമ്മുടെ ഇൻട്രസ്റ്റ്, ആൾക്കാരുമായിട്ട് സഹകരിക്കാനായിരിക്കും ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഞാൻ അതൊന്ന് പറയാം. 6 ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പാണുള്ളത്. ഒന്ന് റിയലിസ്റ്റിക് ഗ്രൂപ്പ് എന്ന് പറയും. അത് റിയലിസ്റ്റിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരീരം അനങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതിനെയാണ്, കൈകൊണ്ടൊക്കെ എടുത്ത് ചെയ്യുക. അപ്പോൾ ഈ ഗാർഡനിങ്, ഫാമിങ്, ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പിന്നെ റിയലിസ്റ്റിക് ഗ്രൂപ്പുകാർ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളാണ്. മറ്റൊന്നുള്ളത് പറഞ്ഞാൽ നമ്മൾ ഐഡിയാസ് ഇട്ടത് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്ന് പറയും. അപ്പം നമ്മൾക്കിങ്ങനെ പിന്നെ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ഒരു ഐഡിയാസ് ഇട്ടിട്ട് നമ്മൾ ചിലരുണ്ട് ഈ പ്രായമായി കഴിഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഓരോ ഇന്നോവേഷൻസൊക്കെ, ഓരോ കൊച്ചു ആയുധങ്ങൾ, അല്ലെ പിന്നെ ചില പൊടിക്കാനുള്ള സംഭവങ്ങൾ, എന്തെങ്കിലുമൊക്കെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ അവരുടെ ഐഡിയ വെച്ചിട്ട് അവർ ഡെവലപ്പ് ചെയ്ത് എടുക്കാറുണ്ട്.
പിന്നെ അത് ഇൻവെസ്റ്റിഗേറ്റീവാണ്, ഐഡിയ ഇട്ടിട്ടിട്ട് അവരതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. മൂന്നാമതൊരു ഗ്രൂപ്പാണ് ആർട്ടിസ്റ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവർക്ക് കലാ, സാഹിത്യം, പിന്നെ നൃത്തം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. പിന്നത്തേത് സോഷ്യൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പാണ്. സോഷ്യൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും മനുഷ്യരുമായിട്ട് സഹകരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അവർക്കാണ് ഞാൻ പറഞ്ഞ പോലെ സോഷ്യൽ വർക്ക്, കമ്മ്യൂണിറ്റി വർക്ക്, പിന്നെ ഇങ്ങനെയുള്ള ആതുര സേവനം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോകാൻ ഇഷ്ടമാണ്. പിന്നെ ഉള്ളത് നമുക്ക് ഒരു ഇത് പിന്നെ കൺവെൻഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സിസ്റ്റം, നമ്മളൊരു ഓഫീസ് വർക്ക്, അത് നമ്മൾ ഈ സീനിയർ സിറ്റിസൺ അത്തരം നമുക്ക് പറ്റുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വർക്കാണ്. നമ്മൾ ജോലി ചെയ്യുമ്പം ഉള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വർക്കൊക്കെ ഇഷ്ടമുള്ളവർ. പിന്നെ എൻ്റർപ്രൈസേഴ്സ് എന്ന് പറയും, അവർക്ക് സ്വന്തമായിട്ട് സംരംഭങ്ങൾ തുടങ്ങാൻ ഇഷ്ടമുള്ളവരാണ്. അവർക്ക് പിന്നെ മാർക്കറ്റിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആൾക്കാരെ പറഞ്ഞ് പഠിപ്പിക്കുക, പറഞ്ഞ് അവരെ മറ്റുള്ളവരെ സ്വാധീനിക്കുക. അപ്പോൾ മോട്ടിവേറ്റിംഗ് സ്പീക്കേഴ്സ്, അല്ലെങ്കിൽ അവർക്ക് നമുക്ക് സ്വയം സംരംഭം, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ സമയത്ത് ഓരോന്ന് തന്നെ ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിൽ തന്നെ ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ചിലർ ഫിഷ് ഫാമിംഗ് ചെയ്യും, അല്ലെങ്കിൽ മറ്റ് ഫാമിംഗ് ചെയ്യും, അല്ലെങ്കിൽ പിക്കിൾ യൂണിറ്റ് തുടങ്ങും. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആൾക്കാർ ചെയ്യാറുണ്ടല്ലോ, സീനിയേഴ്സ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പിൽ ഈ 6 ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റാണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഹസ്ബൻഡിനും വൈഫിനും ചിലർക്ക് രണ്ടുപേർക്കും 2 ഇൻട്രസ്റ്റ് ആയിരിക്കാം, ചിലർക്ക് ഒരേപോലെ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവാം. അപ്പോൾ ഒരേപോലെ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ഇനി പിന്നെ ഇപ്പം എൻ്റെ സുഹൃത്ത് ജോൺസൺ ഞങ്ങളെപ്പോഴും പറയും, ജോൺസനെ ഓമനെ പറ്റിയിട്ട് മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയും. അവർക്ക് ഈ ഫുഡൊക്കെ എന്താ പറയുക, കൃഷി, ഫാമിംഗ്, ഇതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ പിന്നെ അഥവാ നമുക്കിപ്പം നമ്മുടെ പാർട്ട്ണർക്ക് ഇൻട്രസ്റ്റ്, നമുക്ക് ഉള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാം. പാട്ട് പഠിക്കണം, നീ പോയി പാട്ട് പഠിക്കൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പൊളിറ്റിക്സ് ഇഷ്ടമുള്ളവർക്ക് പൊളിറ്റിക്സിലേക്ക് പോട്ടെ, മറ്റേ പാർട്ട്ണർക്ക് അവരെ എൻകറേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ വരുമ്പം നമുക്ക് ഭയങ്കര ഫുൾഫിൽമെൻ്റ് ആണ്, നമ്മുടെ കാര്യങ്ങൾ ഭയങ്കര ഫുൾഫിൽമെൻറ്റ് നമുക്ക് കിട്ടും. ഇത് പേഴ്സണൽ ഫുൾഫിൽമെൻ്റ് ആണ്. ഇനി ഗ്രൂപ്പായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യാന്ന് പറയുമ്പം നമുക്കിപ്പം നിങ്ങളൊരു ഗ്രൂപ്പുണ്ട്, ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു അടുത്തുള്ള ഏതെങ്കിലും ഒരു കോമൺ ഒരു ലൊക്കേഷനിൽ പിന്നെ ഡിന്നർ ഓർ ലഞ്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഓരോ പോട്ട്ലക്ക് ഡിന്നർ, ഓരോ ഐറ്റംസ് നമ്മൾ ഓരോരുത്തർ കൊണ്ടുവരുന്നു, അത് നമ്മളെല്ലാവരും കൂടെ കഴിക്കുന്നു, അല്ലെങ്കിൽ ഒന്നിച്ച് കുക്ക് ചെയ്ത് നമ്മൾ കഴിക്കുന്നു. ഇതൊക്കെ എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ വലിയ ദൂരത്തല്ലാതെ ചെറിയ ട്രിപ്പ് പോകുന്നു. പിന്നെ ചെറിയ കൾച്ചറൽ ഇവൻറ്റ്സ്. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സീനിയർ സിറ്റിസൻ്റെ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ നമ്മളൊരു പല ആശുപത്രികളിലും ജെറിയാട്രിക് വാർഡുണ്ട്, ആ വാർഡിൽ പോയി അവിടെയുള്ള രോഗികളോട് നമ്മൾ സംസാരിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലുള്ള ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് നമ്മളൊരു അവയർനെസ് പ്രോഗ്രാമാണ്, നമ്മൾ ഹെൽത്തിനെ പറ്റി, സേഫ്റ്റിയെ പറ്റിയിട്ടൊക്കെ ഉള്ളൊരു അവയർനെസ് പ്രോഗ്രാമാണ്. അപ്പം ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു കാര്യം. വലിയ രാജ്യങ്ങളിലൊക്കെ അവർ പെറ്റ്സിനെ അവരുടെ അസിസ്റ്റൻസായിട്ട് യൂസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് നായ്ക്കളെ അവർക്ക് കൂടെ കൊണ്ട് നടക്കാൻ അവരെ ഗൈഡ് ചെയ്യും. അപ്പം അങ്ങനെ വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കാറുണ്ട്. പിന്നെ പെറ്റ്സിനെ വളർത്തുന്നത് ഭയങ്കര ഹാപ്പി ആയിരിക്കും നമുക്ക്. പ്രത്യേകിച്ച് പിന്നെ പെറ്റ്സ് നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീടിനകം ഭയങ്കര അനക്കമായിരിക്കും. പിന്നെ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, നമുക്ക് പൂട്ടിയിട്ടിട്ട് കുറച്ച് ദൂരം ഒന്നും പോകാനൊക്കത്തില്ല. പിന്നെ അങ്ങനെ ഒരൊറ്റ ഡിസഡ്വാൻറ്റേജേ ഉള്ളൂ, അല്ലെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇൻഷുറൻസ് ഫെസിലിറ്റീസൊക്കെ നോക്കുക. പിന്നെ നമ്മൾ പിന്നെ സീനിയർ സിറ്റിസൻ്റെ ഇപ്പം നിങ്ങൾക്ക് തന്നെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പിൽ നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആകുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പിന്നെ നമുക്ക് തന്നെ ഇങ്ങനെ അടുപ്പിച്ച് എല്ലാവരും കൂടി കൂടുമ്പോൾ ഇവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന എല്ലാവരും നിങ്ങൾ വളരെ നല്ല ഫ്രണ്ട്സാണ്. ഈ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ചിലപ്പോൾ ഒരു ഫാമിലി ലെവൽ ഫ്രണ്ട്ഷിപ്പിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പം നമുക്കതൊരു ഒത്തിരി അടുപ്പത്തിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ്. ഫാമിലി ലൈഫ് പോലെ ഒരു ഫാമിലി ലെവലിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ടാകുകയാണ്. അപ്പോൾ അതൊരു ഭയങ്കര സപ്പോർട്ട് ഗ്രൂപ്പാണ്. നമുക്കൊരു ആവശ്യം ഉണ്ടായി വിളിച്ച് ആ സമയത്ത് ഓടി വരാൻ കുറേ പേരുണ്ടാവും. വലിയൊരു സപ്പോർട്ട് ഗ്രൂപ്പാണ് ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ വളരെ ഒരു നല്ലൊരു സപ്പോർട്ട് ഗ്രൂപ്പായിട്ട് മാറുന്നതാണ്. പിന്നെ എല്ലാം ഞാൻ പറഞ്ഞതിനകത്ത് ഒരു കാര്യം, നമ്മൾ ആത്മാധിഷ്ഠിതമായ ശാരീരിക, മനോബൗദ്ധിക തലത്തിലുള്ള സമഗ്ര സ്വാസ്ഥ്യമാണ്. സോൾ ബേസ്ഡ് ബോഡി മൈൻഡ് ഇൻ്റലക്റ്റ് എന്ന് പറയും.
അപ്പോൾ നമ്മൾ ബോഡിക്ക് നമുക്കറിയാം, നിങ്ങൾ നല്ലതായിട്ട് ചെയ്യുന്നവരാണ് നമ്മുടെ പിന്നെ ഹെൽത്തി ഫുഡ്, എക്സസൈസ്, റെസ്റ്റ് എന്നുള്ളൊരു കാര്യം. മൈൻഡിന് എൻ്റർടൈൻമെൻ്റ് ആണ്. ഞാൻ പറഞ്ഞപ്പോൾ നമ്മുടെ പാഷൻ, ഇൻട്രസ്റ്റ്, ഹോബീസ് ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കര പാഷനായിരിക്കും. ഇപ്പം ഞാൻ ഒരിക്കലും ഒരു ഗ്രൂപ്പിനെ പരിചയപ്പെട്ടതാണ് എറണാകുളത്ത്. അവർ ഒരു ലേഡീസാണ്, അവർക്ക് എല്ലാവർക്കും പെയിൻറ്റിങ് ഇഷ്ടമാണ്. സോ അവർ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി കൂടുകയാണ്. എന്നിട്ട് അവർ പെയിൻറ്റ് ചെയ്തിട്ട് അവരുടെ പെയിൻറ്റിങ്സ് എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് അവർ ചെറിയൊരു എക്സിബിഷൻ പോലൊക്കെ നടത്തുന്നുണ്ട്. പെയിൻറ്റിങ് ആണ് അവരുടെ പാഷൻ. ഒന്നിച്ച് കൂടുകയാണ്, അവരുടെ ഒരു നല്ലൊരു ഗ്രൂപ്പുണ്ട്. പിന്നെ അപ്പോൾ ഈ നമ്മുടെ ഇൻട്രസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ അത്രയും നമുക്ക് ഒരു പിന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ഹാപ്പിനെസ് ഉണ്ടാവുന്നുണ്ട്. അത് നമ്മുടെ മൈൻഡാണ്. നമുക്ക് ഫൺ, എൻ്റർടൈൻമെൻറ്റ്, പിന്നെ യാത്രകൾ, ട്രിപ്സ്, എൻ്റർടൈൻമെൻറ്റ്, ഇതെല്ലാം ഫൺ ആൻഡ് എൻ്റർടൈൻമെൻ്റ് ആണ് നമുക്ക്. പിന്നെ നമ്മുടെ കൊച്ചുമക്കളെല്ലാം കൂടെ കൂടുന്നത്, ഇതൊക്കെ ഫൺ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഫെലോഷിപ്പാണ്. പിന്നെ ഇൻ്റലക്റ്റിന് നമ്മൾ ശരിക്കും നമ്മൾ കുറച്ച് പ്രാധാന്യം കൊടുക്കണം. ഈ ഒരു ഏജ് വരുമ്പോൾ നമ്മൾ ഏറ്റവും നല്ലതാണ് വായിക്കുക. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ബുക്സ് വായിക്കുക. നമ്മുടെ ബുദ്ധി, നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. സോ ഈ വായിച്ചുകൊണ്ട് ഇരിക്കുന്നവർക്ക് എപ്പോഴും നമ്മളെപ്പോഴും ബ്രെയിൻ ആക്റ്റീവ് ആവുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. സോ അത് നമ്മുടെ ഇൻ്റലക്റ്റിന് ഭൗതിക തലത്തിലുള്ളൊരു വളർച്ച ഉണ്ടാക്കും. വായന മാത്രമാവണമെന്നില്ല, നമുക്ക് എന്തെങ്കിലും ഓൺലൈൻ കോഴ്സുകൾ എടുക്കാം. ഇതൊക്കെ നമ്മുടെ ഭൗതിക തലത്തിലുള്ള വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ്. പിന്നെ നമ്മുടെ സോളാണ്, നമ്മുടെ സോളെന്ന് പറയുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ എസൻസ് ആണ്. അതിന് നമുക്ക് പിന്നെ നമ്മളുടെ ഓരോ മതങ്ങൾക്കനുസരിച്ചിട്ടുള്ള പിന്നെ അതിൻ്റെ പഠിപ്പിക്കൽ, റിച്വൽസ്, ചിലർക്ക് പിന്നെ ഒരു ആ റിച്വൽസ് എല്ലാം നമ്മുടെ മതങ്ങൾ പഠിപ്പിക്കുന്ന റിച്വൽസ് അതുപോലെ ഫോളോ ചെയ്യുന്നില്ലായിരിക്കാം അവരുടെ ഒരു ആത്മീയത നിൽക്കുന്നത്. ചിലർക്ക് പിന്നെ ഒരു സ്വസ്ഥമായി ഒരിടത്തിരുന്ന് കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുമ്പോഴത്തേക്കും ആ ഒരു നമ്മുടെ സോളും ഓൾമൈറ്റിയുമായിട്ടുള്ളൊരു കണക്ഷൻ മെഡിറ്റേഷനിലൂടെ ആയിരിക്കാം ചിലർക്ക് കൂടുതൽ ഉണ്ടാവുക. ചിലർക്ക് ഒരാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ചിലർക്ക് ഒരു ദിവസം പള്ളിയിൽ പോയില്ലേ വലിയ ബുദ്ധിമുട്ട്. എന്നും രാവിലെ കുർബാന പോയിട്ട് ദിവസം തുടങ്ങുന്നവരുണ്ട്. സോ പല രീതിയിലാണ് ആൾക്കാർ. ചിലർക്ക് ഒരു ദിവസം അമ്പലത്തിൽ പോയില്ലേ വിഷമിക്കുന്നവരുണ്ട്. സോ നമ്മുടെ സ്പിരിച്വാലിറ്റി ഏത് രീതിയിലാണോ നമുക്ക് സ്പിരിച്വൽ നറിഷ്മെൻറ്റ് ആവശ്യമായിട്ടുള്ളത്, പ്രത്യേകിച്ച് ഇപ്പോൾ നോയമ്പ് സമയമാണ്, അപ്പോൾ നമ്മുടെ അങ്ങനെയുള്ള സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ നമുക്ക് നമ്മുടെ ഒരു സോൾ നറിഷ്മെൻറ്റിന് സഹായിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സോൾ ബേസ്ഡ് ബോഡി, മൈൻഡ്, ഇൻ്റലക്റ്റ് ഒരു വെൽബീയിങ് എന്ന് പറയുന്നത്. സോ അതിലേക്ക് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ അതിലേക്ക് നയിക്കുന്നതാണ്. നിങ്ങൾ എല്ലാവരും ഇങ്ങനെയുള്ള ലൈഫ് പാത്തിലൂടെ പോകുന്നവരാണെന്ന് എനിക്കറിയാം. എന്തായാലും എനിക്ക് പറയാനുള്ള ഇൻഫർമേഷൻസാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഗുഡ് ഈവനിങ് മാഡം. എൻ്റെ പേര് PS ചെറിയൻ എന്നാണ്. ആ, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. എൻ്റെ പേര് TS ചെറിയൻ എന്നാണ്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു, വളരെ ഇൻഫർമേറ്റീവ് ആയിരുന്നു, താങ്ക് യു. പ്രാക്ടീസ് ഓറിയന്റഡ്. ഇതിൻ്റെ അകത്ത് ഞാൻ മാഡം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം, നമ്മൾ ദീർഘദൂര ട്രെയിൻ ജേർണിയൊക്കെ പോകുന്നവരാണ്. അപ്പോൾ ഈ ട്രെയിൻ ജേർണിയൊക്കെ പോകുമ്പോൾ നമ്മൾ ആദ്യം ട്രെയിനിൽ കയറുമ്പോൾ നമ്മൾ ആദ്യം ഒരു അരമണിക്കൂർ സമയം എടുത്തൊന്ന് സെറ്റിലായി കഴിഞ്ഞ് പിന്നീട് നമ്മുടെ കൂടെ ഇരിക്കുന്നവരുമായിട്ടൊരു റിലേഷനൊക്കെ ഉണ്ടാക്കി പിന്നീട് ഒരു ദിവസം 2 ദിവസം ജേർണി അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തതാണ്. പക്ഷെ അത് കഴിഞ്ഞ് നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ അടുക്കുന്നതനുസരിച്ച് നമ്മൾ ആ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴല്ല നമ്മൾ അതിന് തയ്യാറെടുക്കുന്നത്, അതിന് കുറച്ച് മുമ്പേ നമ്മളൊരു തയ്യാറെടുപ്പ് നടന്നു. കൂടെ ഉണ്ടായിരുന്നവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിരുന്നതായിട്ടെല്ലാം ബൈ പറഞ്ഞു, നമ്മൾ ലഗേജ് ഒക്കെ എടുത്ത് ഡോറിന്റെ സൈഡിൽ കൊണ്ടുവച്ചു, ഇറങ്ങാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ്. ഈ ഒരു തയ്യാറെടുപ്പിനെ കുറിച്ച് മാഡത്തിന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും അത് അത്യാവശ്യം വേണ്ടിയതാണ്. അതുകൊണ്ടാണ് നമ്മുടെ പാസ്റ്റ് ലൈഫ്, ക്വാളിറ്റി ഓഫ് പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത്. ആ ലൈഫാണ് നമ്മളെ ഇതിലേക്കുള്ള ഡോർ തുറക്കുന്നത്. തയ്യാറെടുപ്പാണത്. തീർച്ചയായിട്ടും തയ്യാറെടുപ്പ് അത്യാവശ്യമാണ്. നമ്മൾ ഒരു പിന്നെ ഒരു 50s ലാസ്റ്റിൽ ആകുമ്പോഴേ നമുക്കൊക്കെ ഇതിലേക്ക് വരണം. അത് ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ ഫോളോ ചെയ്യുന്നത്, പാസ്റ്റ് ലൈഫ് സ്റ്റൈൽ, അത് വളരെ പ്രധാനപ്പെട്ടാണ്.
ആ അത് ചെയ്യുന്ന ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവർ അതിലേക്ക് വരികയാണ്. അല്ല നമുക്കിനി 60ാമത്തെ ബർത്ത്ഡേയിൽ അല്ല ഈ ഓൾഡ് ഏജ് തുടങ്ങുന്നത്. ഓ ഞാനിപ്പോൾ 60 വയസ്സായില്ല, എനിക്കിപ്പോൾ 70 വയസ്സായി. പക്ഷെ നമ്മൾ അതിന് മുമ്പേ ഉള്ള നമ്മുടെ ലൈഫ് സ്റ്റൈൽ തീർച്ചയായിട്ടും ആ പ്രിപ്പറേഷൻ വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ബോധം മനസ്സിലെ നമ്മൾ പിന്നെ അതിന് തയ്യാറെടുപ്പ് എടുക്കണം. ബോധം മനസ്സിൽ അത് 65 കഴിയുമ്പോഴത്തേക്ക് ഓർത്തോണം, ഞാൻ ഇനി 70സിലോട്ട് കയറുകയാണ്, 70+ കയറുകയാണ്, 70 കയറുകയാണ്. അത് തീർച്ചയായിട്ടും ആ തയ്യാറെടുപ്പ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഇപ്പോൾ സീനിയേഴ്സൊക്കെ ആകുമ്പോഴേ നമ്മൾ ഈ പിന്നെ എന്താണ് ഈ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ചിലരുണ്ട് ഇങ്ങനെ ഈ പിന്നെ പവറെല്ലാം പിടിച്ചു വെക്കും ചില പേരൻസ്. അതേസമയം നമ്മളപ്പോൾ തന്നെ ഈ പ്രായമാകുമ്പോൾ തന്നെ ഞാനത് പറയാൻ പറ്റും, വിൽ എഴുതുക, പ്രോപ്പർട്ടീസൊക്കെ ഡിവൈഡ് ചെയ്യുക, പിന്നെ പിള്ളേർ തമ്മിൽ കിടന്ന് അടിപിടി കൂടാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സേഫായിട്ട് വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും തീർച്ചയായിട്ടും പിന്നെ നമ്മൾ എല്ലാ രീതിയിലും മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ഡിറ്റാച്ച്മെന്റ് വേർലി ലൈഫ്. അതെ, ഡിറ്റാച്ച്മെന്റും ഉണ്ടാവണം തീർച്ചയായിട്ടും. അതെ അതെ അപ്പോൾ അതെ അതെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഫാമിലി ആണെങ്കിൽ ഒക്കെ ഒറ്റയ്ക്കാണെന്നുള്ളവരും, വാട്ട് അബൌട്ട് എ മൊണാസ്ട്രി വേ ഓഫ് ലൈഫ്? ഒരു മൊണാസ്ട്രി വേ ഓഫ് ലൈഫിലേക്ക് നമുക്ക് കടന്നു പോകുന്നത്, കാരണം ഇത് നമ്മുടെ പുരുഷാർത്ഥങ്ങളിൽ പറയുന്നത് ബ്രഹ്മചര്യം, ഗാർഹസ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നാണ്. 60, 65, ഇപ്പൊ 70, 75, 80 വരെയൊക്കെ ലൈഫ് എക്സ്പെക്ടൻസി ഉണ്ട്. 80, 85 വരെയൊക്കെ നന്നായിട്ട് പോകുന്നവരുണ്ട്. ആ ഒരു സ്റ്റേജിലേക്ക് കടക്കുന്നുണ്ടെ കൂടുതൽ ഒരു മൊണാസ്ട്രി ലൈഫ്, ഒരു കോപ്പറേറ്റീവ് ബേസുള്ള, ഇപ്പം മാഡം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ ഓൾഡ് ഏജ് ഹോംസ് വരുന്നുണ്ട്. പക്ഷെ എവറിത്തിങ് ഈസ് ബിസിനസ് ഓറിയന്റഡ്. ഇവിടെ വൈസ്മെൻസിനോ അതുപോലുള്ള ഗ്രൂപ്പുകൾക്കോ മുൻകൈ എടുത്ത് ഒരു കോപ്പറേറ്റീവ് ബേസിസിൽ ഒരു മൊണാസ്ട്രി ലൈഫ് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അതോടുകൂടി തന്നെ ഈ മൊണാസ്ട്രി ലൈഫിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടത്, കാരണം ഈ എല്ലാവരും പ്രായമുള്ളവരാണ്, എല്ലാവരും ഫിസിക്കലി വീക്കായിട്ടും ഹെൽപ്പ് ആവശ്യമുള്ളവരുമാണ്. ഇവിടെയാണ് നമ്മുടെ രത്തൻ ടാറ്റയുടെ കൂടെ നടന്ന നായിഡു എന്ന് പറയുന്ന പയ്യൻ, അവൻ തുടങ്ങിയ ഗുഡ് ഫെലോസ് ഓർഗനൈസേഷൻ. അങ്ങനെ ഒരു ഗുഡ് ഫെലോസ് ഓർഗനൈസേഷൻ, അതായത് യങ് ഏജിലുള്ള കുട്ടികളെ ട്രെയിൻ ചെയ്ത് ഇങ്ങനെയുള്ള പ്രായമുള്ള ആൾക്കാർക്ക് കമ്പാനിയനായിട്ട് കൊണ്ടുപോകുന്ന ഒരു ട്രെയിനിങ് സെന്റർ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമാണ്. ഇതിൽ വൈസ്മെൻസിന് എന്തുമാത്രം ഉത്തരവാദിത്വം എടുക്കാൻ പറ്റും, മുൻകൈ എടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നു വെച്ച് കഴിഞ്ഞാലും, ഇപ്പൊ എൻ്റെ അനുഭവത്തിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കൂടെ ഒരു ഹിന്ദിക്കാരൻ പയ്യനുണ്ട്. ഹിന്ദിക്കാരൻ പയ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പെർമനന്റ് ആയിട്ട് എൻ്റെ വീട്ടിലുണ്ട്. മീൻസ് രാവിലെ 8 മണിക്ക് വരും, വൈകിട്ട് 5 മണി 5:30 ആവുന്നതിനെ പോകും. അപ്പോൾ ഞാൻ പേയ്മെന്റ് കൊടുത്ത് നിർത്തിയിരിക്കാൻ എല്ലാ പണിയും, എന്ത് ഹെൽപ്പ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വീട്ടിലകത്തെ പണിയാണെങ്കിലും പുറത്തെ പണിയാണെങ്കിലും കൃഷിപ്പണിയാണെന്നുണ്ടെങ്കിലും ഇത് എൻ്റെ കൂടുന്ന ആശുപത്രി പോകാനാണെന്നുണ്ടെങ്കിലും എല്ലാ പണിയും ചെയ്യും. ഇതിന് പക്ഷേ ഇതിപ്പോ ഒരു അൺട്രെയിൻഡ് ആളിനെ ഞാൻ കൂടെ നിർത്തിയിരിക്കുന്നു. ഇങ്ങനെ ഈ ഗുഡ് ഫെലോസ് ആയിട്ട് ഈ ഓൾഡ് ഏജ് ആൾക്കാർക്ക് ഹെൽപ്പ് കൊടുക്കാൻ, ഇത് മാഡം പറഞ്ഞ പോലെ തന്നെ ഗെറിയാട്രിക് ഹെൽപ്പും അത് കൊടുക്കാനായിട്ട് അതിനൊരു ട്രെയിനിങ് കൊടുത്ത് നമുക്ക് ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ ഡെവലപ്പ് ചെയ്യാവുന്നുണ്ടെങ്കിൽ, ഈ മൊണാസ്ട്രി ലൈഫ്, അതായത് ഓൾഡ് ഏജ് ഹോം ലൈഫും ഈ ഗുഡ് ഫെലോസ് എന്ന് പറഞ്ഞ ആൾക്കാരെ കമ്പൈൻ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ധാരാളം പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാം. ഒന്ന്, ഈ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആങ്സൈറ്റി 70% കുറഞ്ഞു. പണത്തോടുള്ള ഡിറ്റാച്ച്മെന്റ്. നമ്മുടെ ഇപ്പോഴത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവസാന ശ്വാസം വരെയും നമ്മൾ ഈ പ്രോപ്പർട്ടിയുമായിട്ടും നമ്മുടെ സ്വത്തുമായിട്ടും നമ്മുടെ റിലേഷനുമായിട്ടും നമ്മൾ അറ്റാച്ച്ഡ് ആയി പോവാണ്. ഇത് പതുക്കെ നമ്മൾ ഡിറ്റാച്ച് ചെയ്യുന്ന കൊടുത്ത് നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മൾ കൊടുത്ത് തീർക്കുക, ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക, ആർക്കെങ്കിലും വിതരണം ചെയ്യാൻ നമ്മൾ ഷെയർ ചെയ്യുക, ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. ഷെയർഡ് കമ്മ്യൂണിറ്റി ലൈഫ് ഈ ഓൾഡ് ഏജിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്യുമെന്നാണ് എൻ്റെ അഭിപ്രായം. മാഡത്തിന് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും ഞാൻ അതാണ് ഇന്ന് പറഞ്ഞത്, ഒരു കമ്മ്യൂണിറ്റി
ആ, ആ, ഒരു കമ്മ്യൂണിറ്റി ലൈഫ് എന്നൊക്കെ പറഞ്ഞത് ഒരു ക്യാമ്പസിനകത്ത് തന്നെ ഒരേപോലുള്ള ആൾക്കാർ താമസിക്കുക, അല്ലെ കുഞ്ഞു കുഞ്ഞു ഓരോ ബെഡ്റൂം ഉള്ള രീതിയിൽ 1 ബെഡ്റൂം കൊച്ചു കൊച്ചു വീടുകൾ, ഈ പറഞ്ഞ പോലെയുള്ള ഒരു 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 സന്യാസ രീതിയിലേക്ക്, അല്ലെ അവർക്ക് ഒരു ആശ്രമം സെറ്റപ്പ്. അങ്ങനെ വരുമ്പോൾ അതിൽ തന്നെ അവർക്ക് ആ ഒരു ലൈഫിൻ്റെ ആ അവസാന കാലഘട്ടം വളരെ എൻറിച്ചിങ് ആയിട്ട് ഫുൾഫിൽമെൻറ്റോടു കൂടി പിന്നെ ജീവിക്കാൻ പറ്റും. അങ്ങനെ ഒരു സെൻറ്റർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ നല്ല കാര്യമാണ്. അത് ആവശ്യമാണ് നമുക്ക്, പ്രത്യേകിച്ച് സിംഗിൾ പീസ് ലൈഫിലൊക്കെ വരുമ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രെങ്താണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാക്കാം. ആർക്കും സ്വയം തന്നെ കുക്ക് ചെയ്യേണ്ട ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ. എന്നാൽ അവർക്ക് അവരവരുടേതായ ഈ ചെറിയ ചെറിയ വീടാകുമ്പം അവർക്ക് അവരവരുടേതായിട്ടുള്ള പിന്നെ ഫ്രീഡം ഉണ്ട്, സ്പേസ് ഉണ്ട്, അവർക്ക് അങ്ങനെയുണ്ട്. എന്നാൽ കമ്മ്യൂണിറ്റി ലിവിങ്ങും ഉണ്ട്. അവിടെ നമുക്ക് സോഷ്യൽ സർവീസിന് ആൾക്കാരുണ്ട് വെക്കാം. ആഴ്ച ഒരിക്കൽ മെഡിക്കൽ ചെക്കപ്പ് കൊടുക്കാം. പിന്നെ ഈ സാറ് പറഞ്ഞ പോലെയുള്ള ട്രെയിൻ ചെയ്തിട്ടുള്ള കുറേ സ്റ്റാഫിനെ സോഷ്യൽ വർക്കേഴ്സായിട്ട് വെക്കാം. അവർക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അവരെ അക്കമ്പനി ചെയ്യും. ഇങ്ങനെയുള്ളതിനൊക്കെ അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കിയെടുക്കാമെങ്കിൽ, അങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സിലബസ് കരിക്കുലം ഉണ്ടാക്കി ഒരു ചെറിയൊരു ട്രെയിനിങ്ങും കൊടുത്ത് ആൾക്കാരെ വെക്കാമെന്നുണ്ടെങ്കിൽ ഒത്തിരി നല്ല കാര്യമാണ്. നമ്മൾ ഈ പറഞ്ഞ ആ ഒരു കെയർ സർവീസ് കൊടുക്കുന്ന ഒരു വലിയ ഒരു സൊല്യൂഷനാണത് തീർച്ചയായിട്ടും. അത് എനിക്ക് ഇപ്പം ഉരുത്തിരിയേണ്ട ഒരു കാര്യമാണ്. അതുപോലെയുള്ള സംഘടനകൾ അല്ലെങ്കിൽ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അല്പം ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. നമുക്കൊക്കെ അവിടെ ഇഷ്ടംപോലെ പ്രോപ്പർട്ടി ഉണ്ട്, സ്ഥലങ്ങളുണ്ട്, നമുക്ക് ഉണ്ട്. ചെറിയൊരു സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ. കുറച്ച് പേര് ഒന്നിച്ച് ഒരേ വിഷൻ ഉള്ളവർ ഒന്നിച്ച് കൂടിയാലും. പിന്നെ ഈ ഗ്രാൻഡ് പേരൻസ് ഡേ, ഇപ്പം ഈ ചെറുപ്പക്കാരുമായിട്ടും ഉള്ള കുട്ടികളും ശരിക്കും ഗ്രാൻഡ് പേരൻസ് അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ഇവരുടെ ലൈഫിന് സേഫ്റ്റി ഉണ്ടാക്കുന്നുണ്ട്, സെക്യൂരിറ്റി ഉണ്ടാക്കുന്നുണ്ട്, ലൈഫിനെ മീനിങ് ഫുൾ ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അവരെ സ്വസ്ഥതയിലേക്ക് നയിക്കുകയാണ്. ഇതെല്ലാം ഇങ്ങനെ പിന്നെ എല്ലാം നമ്മളിങ്ങനെ എല്ലാം കെട്ടിപ്പിടിച്ച് ഇരിക്കാതെ നമ്മൾ ഡിറ്റാച്ച് ചെയ്യുമ്പം തന്നെ നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് ഫ്രീ ആകും. ഒരു ഹാപ്പിനെസ്സിലേക്ക് നമുക്ക് വരാൻ പറ്റും. അത് വളരെ ആലോചിച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഒരു ആക്ഷൻ പ്ലാൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മളിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ സ്പോൺസേഴ്സിനെയൊക്കെ കിട്ടി എങ്ങനെയെങ്കിലുമൊക്കെ ചിലപ്പം അത് കുറേശ്ശെ വലിയ ഇതിലൊന്നും പിന്നെ പിന്നെ മറ്റേ എന്താ പറയുക, ഇവരൊക്കെ ചെയ്യുന്ന ഭയങ്കര ബിസിനസ്സാണ്. വലിയ പോഷ് 5 സ്റ്റാർ ഹോട്ടൽ പോലൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വലിയ റിസോർട്ട് പോലൊക്കെയാണ്. നമ്മൾ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിക്കുക. ഒരു ആശ്രമം സെറ്റപ്പ് തന്നെ ചെയ്യാം, നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ചെയ്യാം. കുറച്ച് ഫാമിംഗ് പോലൊക്കെ ചെയ്യാം. കുറച്ച് കോഴി, താറാവ്, ഒരു പശു, ഇങ്ങനെയൊക്കെയുള്ളൊരു ഫാം ഏറിയ, കുറച്ച് ഗാർഡനിങ്, ഇങ്ങനൊരു ആശ്രമ സെറ്റപ്പിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ലൊരു ഐഡിയ ആണ്. അത് ജോൺസൺ സാറിനെ മാഡം ഒന്ന് ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെ, നമ്മുടെ ആ സ്ഥലം, ഞാൻ പത്തനംതിട്ടക്കാരിയാണ് കേട്ടോ, കൊല്ലത്ത് താമസിക്കുന്നെങ്കിലും. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മുടെ ആ സ്ഥലമൊക്കെ തന്നെ പറ്റിയ സ്ഥലമാണ്. നീഡിയുമാണ്. വെണ്ണിക്കുളം വൈസ്മാൻ ക്ലബ്ബ് കൂടുന്ന സ്ഥലം അതിന് പറ്റിയ സ്ഥലമാണ് സാറേ. നിങ്ങൾ അങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുക, നമുക്കെല്ലാം സപ്പോർട്ട് ചെയ്യാം. അതെ, സാറിന്റെ ഗൈഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കും. പണ്ട് എനിക്ക് തോന്നുന്നു ഞാനും ജോൺസനും നമ്മുടെ ശശി ഫിലിപ്പും എല്ലാം കൂടെ ഒന്ന് പറഞ്ഞതായിരുന്നല്ലേ? അതെ 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 അതെ. സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ അവിടെ അവിടെ ഇഷ്ടംപോലെ സ്ഥലം ഇനിഷ്യേറ്റീവ് നമുക്ക് തുടങ്ങണം. അതിന് വൈസ്മെൻസിന് സാധിക്കട്ടെ. പ്രത്യേകിച്ച് ജോൺസൺ സാറിന്റെ ലീഡർഷിപ്പിൽ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ തന്നെ അത് തുടങ്ങാൻ പറ്റിയാൽ വളരെ നല്ലൊരു കാര്യമാണ്. തീർച്ചയായിട്ടും. നമ്മളെ ഇപ്പോഴേ ഈ സാധാരണ ഈ പോക്സോ കേസ് വരുന്ന കേസില് ഈ പല പ്രതികളും എബവ് 60 ആയിട്ട് കാണുന്നു. അതിന്റെ റീസൺസ് ക്ലിയർ ആയില്ല. ഈ പോക്സോ കേസില് പ്രതികള് പലരും എബവ് 60 ആണ് ഇപ്പം കാണുന്നത് പത്രത്തിലൊക്കെ വരുന്ന കേസസ്. അതിന്റെ റീസൺ എന്താ പ്രധാനമായിട്ട്? അതിൻ്റെ എല്ലാം കാരണം ഈ ചെറുപ്പത്തിലെ ഉണ്ടാകുന്ന പെർവേർട്ടഡ് ഇഷ്യൂസ് ആണ്. അവര് ഈ
കഴിഞ്ഞ് 2 കാരണങ്ങളുണ്ടാവാം. ഞാനത് എൻ്റെ ഇങ്ങനെ എക്സ്പീരിയൻസിൽ ഓർക്കുമായിരുന്നു. കാര്യം ഒന്ന്, ഈ പെർവേർട്ടഡ് കേസ് എന്ന് പറയുന്നത് നേരത്തെ തന്നെ ചിലപ്പോൾ അഡോളസെൻ്റ് ഏജിലേ തുടങ്ങുന്നതാവാം. അങ്ങനെ വന്നു പോകുന്നുണ്ട്. പിന്നെ ഇന്ന് എബോ 60 സംഭവിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവരുടെ പിന്നെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ അവർക്കൊരു സെക്ഷൽ ലൈഫ് ഇല്ലാണ്ട് വരുമ്പോൾ അവർ മറ്റ് മാഡ് പ്രാക്ടീസിന് പോകാറുണ്ട്. അങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ വൈഫ് പല രീതിയിൽ ആൾക്കാരെ കാണും, കണ്ടുപിടിക്കും. അത് വൺ ഓഫ് ദ റീസൺ കേട്ടോ. എല്ലാം അങ്ങനെ ആവണമെന്നില്ല, വൺ ഓഫ് ദ റീസൺ ആണ്. പിന്നെ ഈ കുട്ടികളുടെ അടുത്ത് പോകുന്നത് അവർക്കത് ഈ പിന്നെ അതവരുടെ ഒരു പേഴ്സണാലിറ്റി ഇഷ്യൂ തന്നെയാണ്. അതിപ്പം 60 കഴിഞ്ഞ് തുടങ്ങണം എന്നില്ല. മറ്റേതൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ പെർവേർട്ടഡ് ആൾക്കാരൊന്നുമല്ല. അവരുടെ ഒരു ഫിസിക്കൽ നീഡിന് അവർ സൗകര്യപ്രദമായിട്ടുള്ള അങ്ങനെയുള്ള അവൈലബിലിറ്റി എവിടെയെങ്കിലും വരുമ്പോൾ അവരായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അവസ്ഥ, ഒരു റിലേഷൻഷിപ്പായിരിക്കും അത്. ചിലപ്പോൾ അത് വീട്ടിലെ സെർവൻ്റ് ആവാം, അല്ലെ നെയ്ബർഹുഡിലുള്ള ആരെങ്കിലും ആവാം, സേഫായിട്ട് പോകാൻ പറ്റുന്ന ആൾക്കാരാവാം, അങ്ങനെ പറ്റുന്നത്. മറ്റേതെന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. അത് കുട്ടിക്കാലത്ത് ഒരു അഡോളസെൻ്റ് ഏജിൽ നിന്നൊക്കെ തുടങ്ങാം, സാധ്യതയുണ്ട്. എല്ലാം ചൈൽഡ് അബ്യൂസിൽ നിന്ന് വരുന്നതാണ് ഇതെല്ലാം. അവർക്ക് ചൈൽഡ് അബ്യൂസ് കിട്ടിയിട്ടുണ്ടാവും. അവർ പിന്നെ അവരുടെ അഡൽട്ട് ലൈഫിലോട്ടൊക്കെ വരുമ്പം ആ രീതിയിലോട്ടൊക്കെ പെർവേർട്ടഡ് ആയിട്ട് പോകുന്നുണ്ട്. ജനറലായിട്ട് പറയാൻ പറ്റുന്ന, ജനറലായിട്ട് കാര്യം പറയാൻ പറ്റുന്നില്ല. ഒത്തിരി പല കേസുകൾ ഞാനത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ജനറലായിട്ട് പറയാൻ പറ്റത്തില്ല. നമുക്കൊക്കെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള കേസുകൾ വന്നിട്ടുണ്ട്. ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ സ്വന്തം പിതാവിൽ നിന്നും സെക്ഷൽ അബ്യൂസ് നേരിടേണ്ടി വന്നിട്ടുള്ള ആൾക്കാർ എന്നോടത്ത് വേദന പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബന്ധുക്കളുടെ കാര്യം പറയണ്ട, ഇഷ്ടം പോലെ. അതാണ് എനിക്ക് എക്സ്ട്രീം എന്ന് പറഞ്ഞത്. അത് നമുക്ക് ജനറലായിട്ട് ഓരോ വ്യക്തിയുടെയും മാനസികാവസ്ഥ നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റുകയില്ല എന്തുകൊണ്ടാണെന്നുള്ളതിന്, പക്ഷെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രീം പറഞ്ഞത്. സ്വന്തം പിതാവിൽ നിന്ന് പറയുമ്പോൾ പിന്നെ എവിടെയാണ് സേഫ്റ്റി ഉള്ളത്? ഇനി മറ്റാർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? സാംസൺ സാറൊക്കെ ഉണ്ടല്ലോ. എസ് എബ്രാം സാറ് സീനിയർ ആയിട്ടുള്ള. അല്ല, സാംസൺ ഇയർ. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. Am I audible? Yes, yeah. കേൾക്കാം. മാം, താങ്ക്സ് ഫോർ നിങ്ങളുടെ ഡിസ്കോഴ്സ് നല്ലതായിരുന്നു. പക്ഷെ ഒരു കാര്യത്തിനകത്ത് ഒരു ക്ലാരിറ്റി ആണ്. നമുക്ക് എന്തുമാത്രം സമയം നമ്മുടെ ഉറക്കത്തിന് വേണ്ടി മാറ്റി വെക്കണം? ആൻഡ് പ്രിഫറബിളി എന്ത് നൈറ്റ് ടൈം ആണോ വേണ്ടത്, അതോ ബി അവേഴ്സ് ആണോ വേണ്ടത്, അതോ ഉച്ചയ്ക്ക് ഉറങ്ങുന്നതാണോ ഭംഗി? എന്നെ സംബന്ധിച്ചിടത്തോളം അസോൺ നാവ് ഞാൻ രാത്രികൾ മാത്രമേ ഉറങ്ങാറുള്ളൂ. 11 മണിക്ക് പ്രിപ്പയർ ടു ബെഡ് ആൻഡ് 5:30 6 o'clock എഴുന്നേൽക്കുക. അത് ഇപ്പൊ ഡ്രിൽ ഇന്നല്ല, പ്രീ ഡിഗ്രി സമയം അല്ലെങ്കിൽ 10ാം ക്ലാസ് മുതലുള്ള സമയത്തെ ഉള്ള ഒരു ഡ്രില്ലാണ്. അന്ന് പക്ഷെ 9 10 അന്ന് ഉറങ്ങുമായിരുന്നു, 10:30 ആകുമ്പോൾ ഉറങ്ങുമായിരുന്നു. പക്ഷെ നേരത്തെ പഠിക്കാൻ എഴുന്നേക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരു 11 മണിയാകുമ്പോൾ റിട്ടയർ 5:30. അപ്പൊ അതാണോ 6 hours സ്ലീപ്പ് മതിയോ, അതായത് കൂടുതൽ വേണമെന്നുണ്ടോ? സത്യത്തിൽ സാറിന്റെ സ്ലീപ്പ് ടൈം നല്ല സമയമാണ് കേട്ടോ. വളരെ നമ്മുടെ ബ്രെയിന് റെസ്റ്റ് കിട്ടേണ്ട സമയമാണ്. ബ്രെയിൻ ഏറ്റവും റെസ്റ്റ് കിട്ടേണ്ടത് നമ്മുടെ ഒരു ബയോളജിക്കൽ റിതം അനുസരിച്ചിട്ട് പറയുന്നത്
ബയോളജിക്കൽ ക്ലോക്ക് അനുസരിച്ച് പറയുന്നത് 10 തൊട്ട് 3 മണി, വെളുപ്പിനെ 3 മണി വരെയുള്ള സമയമാണ് ഏറ്റവും ബ്രെയിനിന് റെസ്റ്റ് കിട്ടേണ്ട സമയം എന്നാണ്. അപ്പോൾ അതിന് 3 മണിക്ക് ബ്രഹ്മ മുഹൂർത്തം എന്നൊക്കെ പറയാം. അന്ന് 3 മണിക്ക് എഴുന്നേറ്റാൽ നമുക്ക് ഓക്കെയാണ്, നേരത്തെ കിടന്നിട്ട്. എന്നാൽ പിന്നെ ഈ ഉറക്കം നമ്മളൊരു 10 മണി, നമുക്കിപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്തിൻ്റെ തിരക്കനുസരിച്ചിട്ട് 11 മണി ഓക്കെയാണ്, കുഴപ്പമില്ല. കിടന്നു, നമ്മൾ 5:30ക്ക് എഴുന്നേൽക്കുന്നു, നല്ല റെസ്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ അത് ബോഡിക്ക് ഏറ്റവും റെസ്റ്റ് കിട്ടേണ്ട സമയമാണ് സാറ് കിടക്കുന്നത്. ചിലരുണ്ട് പറയാണ്, ഞാനൊരു 12 മണി വരെ ഇരുന്നു, 1 മണി വരെ ഇരുന്നു, എന്നിട്ട് പിന്നെ 8 മണി 9 മണിക്കാണ് എഴുന്നേറ്റ്. ചിലപ്പോൾ 8 മണിക്കൂർ ഉറക്കം കൂടുതൽ എടുക്കുന്നുണ്ടാവാം. പക്ഷേ എന്നാലും ബ്രെയിനിന് റെസ്റ്റ് പ്രോപ്പർ റെസ്റ്റ് കിട്ടത്തില്ല. ബ്രെയിനിന് റെസ്റ്റ് കിട്ടുന്നത് ഇവർ മെഡിക്കലി പറയുന്നത് പിന്നെ ഈ ഒരു 10 to 3 ആ ഒരു സമയം 4 മണിക്കൊക്കെ എഴുന്നേറ്റാൽ ഒരു കുഴപ്പവും നമുക്കുണ്ടാവില്ല. പിന്നെ എത്ര മണിക്കൂർ ഉറങ്ങണമെന്നുള്ളത് ഒരു 8 hours എന്നൊക്കെ ചിലർ പറയുന്നെങ്കിലും നമ്മൾ 6 hours ഉറക്കം കിട്ടുമ്പോൾ നമ്മൾ ഓക്കെ ആണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല. അവർ ഇപ്പം മെഡിക്കലി പറയുന്നത് ഇത്ര മണിക്കൂർ എന്നൊരു ഇതില്ല. പിന്നെ ഈ ഒരു ടൈം ഉറങ്ങണം, ഈ ഒരു ടൈമിൽ ഉറക്കം കിട്ടണം. അത് നമുക്കിപ്പോൾ 6 മണിക്കൂറാണോ 8 മണിക്കൂറാണോ നമ്മുടെ ബോഡി പറയുന്ന അനുസരിച്ചിട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക് യു. ഓക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു ആർട്ടിക്കിളിൽ കണ്ടത് ആ നമ്മുടെ ബ്രെയിൻ ഓക്കെ. ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ദിവസം ഒരു അര പേജെങ്കിലും എഴുതാൻ കഴിഞ്ഞാൽ, പേന വെച്ച് എഴുതാൻ കഴിഞ്ഞാൽ ബ്രെയിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ആകും. കാരണം അത് നമ്മുടെ മസിൽസിനെ കോർഡിനേറ്റ് ചെയ്യുന്നു, ബ്രെയിനിനെ കോർഡിനേറ്റ് ചെയ്യുന്നു, നമ്മുടെ ചിന്തയെ കോർഡിനേറ്റ് ചെയ്യുന്നു. അത് ടൈപ്പിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനൊന്നുമല്ല, പേന എടുത്ത് എഴുതാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അതിനെക്കുറിച്ച് മാഡത്തിന് എന്താണ് അഭിപ്രായം, അതിന്റെ അത് സയന്റിഫിക് സൈഡ്? തീർച്ചയായിട്ടും ഞാൻ മുമ്പേ വായിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, വായനയുടെ കൂടെ എഴുത്തൂടാകുമ്പോൾ അത് ഭയങ്കര പവർഫുള്ളാണ്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മസിൽ കോർഡിനേഷൻ അതുണ്ട്, നമ്മുടെ കണ്ണ്, സെൻസ് ഓർഗൻസ്, അപ്പോൾ നമ്മുടെ തോട്ട്, ചിന്തകൾ, അപ്പം ഇതെല്ലാം കൂടി നമ്മൾ കോർഡിനേറ്റ് ചെയ്യുവാണ്. വായിക്കുന്നതും നമ്മൾക്ക് അറിവ് കിട്ടുന്നുണ്ട്. എഴുതുക എന്ന് പറയുമ്പം നമ്മളുടെ ഒരു പിന്നെ ആ ഒരു കൈയുടെ മൂവ്മെൻറ്റ്സ്, മസിൽ കോർഡിനേഷൻ, ഇത് ഒത്തിരി സഹായിക്കും. നമ്മുടെ ബ്രെയിനിൻ്റെ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. വായനയും എഴുത്തും രണ്ടും തീർച്ചയായിട്ടും. താങ്ക് യു. ചെറിയ ജേർണൽ പോലൊക്കെ എഴുതാം. നമുക്കൊരു ജേർണൽ പോലെ എഴുതാം. നമുക്കിങ്ങനെ കഥയും കവിതയും ഒന്നും എഴുതണമെന്നില്ല. ഡെയിലി ജേർണൽ പ്രാക്ടീസ് ചെയ്യാം. ഒരു ദിവസത്തെ നമ്മുടെ ഉള്ളിൽ വരുന്ന റിഫ്ലക്ഷൻസ്, ഇന്നത്തെ അനുഭവങ്ങൾ, നമുക്കുണ്ടായ ചിന്തകൾ, അനുഭവങ്ങൾ, നല്ല നല്ല എന്തൊക്കെയാണല്ലോ നമ്മുടെ ജേർണലിൽ നമുക്ക് എഴുതുന്നത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ ജേർണൽ എഴുതുമ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള എഴുത്ത് വരും. ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും എഴുത്തിലേക്ക്. നമ്മളെല്ലാവരും വാട്സപ്പിലും അവിടെ ഇവിടെയൊക്കെ കുത്തിക്കുറിക്കുന്നവരാണ്. എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കാറുണ്ട്, വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കുറിക്കാറുണ്ട്. അത് ഹെൽപ്ഫുൾ ആണോ അതോ എഴുതുക എന്നുള്ളതാണോ എഴുതുന്നത് കൂടുതൽ തന്നെയാണ്. ഇത് ഈ ഇതിന് എഴുതുന്നത് തന്നെയാണ്. എഴുതുന്നതിനകത്തെ ഒരു പിന്നെ മറ്റേതുമായിട്ട് എഴുതുന്നതിനകത്തുള്ളൊരു പിന്നെ അതിൻ്റെ ഒരു വർക്കിൽ വ്യത്യാസം വരും. നമുക്ക് ഇത് പിന്നെ എന്താ പറയുക, ഇത് ടൈപ്പ് ചെയ്യാം. നമ്മൾ അതിപ്പോൾ മോഡേൺ ടെക്നോളജിയിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് മറ്റൊരു കോർഡിനേഷൻ, നമ്മുടെ ബോഡി കോർഡിനേഷൻ കുറച്ചും കൂടി വ്യത്യാസമാണെന്നാണ് പറയുന്നത്. എനിക്ക് അതിൻ്റെ ആധികാരികത അറിയില്ല. പക്ഷെ എനിക്കെപ്പോഴും അതിപ്പോൾ ഞാൻ ഈ ടെക്നോളജിയുടെ ആളല്ലാത്തത് കൊണ്ടാണ്. ഇപ്പം ചെറിയ ജനറേഷനിലെ പിള്ളേർ പറയുമായിരിക്കും, എനിക്ക് പേപ്പർ പേന വലിയ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ. ഈയിടെ ഞാനിപ്പോൾ US-ലുള്ളൊരു പയ്യനോട് ഞാൻ പറഞ്ഞു, അവന് ഡിസിഷൻ മേക്കിംഗ് ചാർട്ട് ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു, മോനെ നീ ഒരു പേപ്പറും പേനയും കൊണ്ട് വേണം ഇരിക്കാനെന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് പേപ്പറും പേനയും ഞാൻ ഫോണിൽ ടൈപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം എനിക്കൊക്കെ പേഴ്സണലി പേപ്പറും പേനയാണ്. അതൊരു ഏജൻ്റ് ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ റീഡിങ്, നമ്മൾ 2-3 പേജെങ്കിലും വായിക്കുക, ഒരു അര പേജ് എഴുതുക എന്ന് പറയുന്നത് ഒരു കോർഡിനേഷൻ ബ്രെയിനിന് ഉണ്ടാക്കുന്നുണ്ട്. താങ്ക് യു. ഓക്കെ, ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? ജോർജ് സാറേ, ഞാൻ തോമസ് ജോർജ് സാറാ. പറഞ്ഞോ. സംശയമൊന്നുമില്ല. ഞാൻ കൊച്ചമ്മ കണ്ടപ്പോ ഒന്ന് സംസാരിക്കാന്ന് വിചാരിച്ചെന്നേ ഉള്ളൂ.
ഓക്കെ ഓക്കെ. ആ കൊച്ചൻ ഹലോ. ഹലോ. ഞാൻ ഉദിമുട്ടിലെ സാറ്. സന്തോഷം സന്തോഷം. ക്ലാസ് ഒക്കെ ഞാൻ കേട്ടു. സന്തോഷമായിരിക്കുന്നു. സുഖാണോ? ആ സുഖമായിരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ആ കുറെ പണ്ടൊക്കെ വർഷം. ഇങ്ങനെ പിന്നെ അയിരൂർ വെച്ചൊക്കെ ഒരു ഗ്രൂപ്പ് ഒക്കെ കൂടുമായിരുന്നേ. ആ അത് ആ ഇപ്പൊ ഞാനിപ്പോ അതെ ഇപ്പൊ നമ്മളിപ്പോ ഇത് ഓൺലൈൻ ആണെങ്കിൽ ആ ഗ്രൂപ്പിന് ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. അതെ. എല്ലാരും കൂടെ കൂടും, പിന്നെ ഒന്നിച്ച് ഭക്ഷണം ഉണ്ടാക്കും, കഴിക്കും. ഇപ്പോ തിരക്കായി അതൊക്കെ. ഇപ്പൊ ഈ ഓൺലൈൻ തിരക്കായി സംവിധാനം വന്നപ്പോഴത്തേക്കും പിന്നെ ഇതാണ് തിരക്കായി സൗകര്യം. പ്രായമായി. പ്രായമായി, യാത്രയ്ക്ക് ബുദ്ധിമുട്ടായി. അതെ 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 അതെ. താങ്ക് യു. എല്ലാ ക്ലാസ്സൊക്കെ ഭംഗിയായിരുന്നു. ഇങ്ങനെ താങ്ക് യു താങ്ക് യു. ജോർജ് ദാനിയൽ സാർ, ജോർജ് ദാനിയൽ സാറെ ഒരു നന്ദി പറയാമോ? ജോർജ് ദാനിയൽ സാർ. സാറുണ്ടല്ലോ, ഗ്രൂപ്പിലുണ്ടല്ലോ. ഹലോ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം കേൾക്കാം കേൾക്കാം. കേൾക്കാം കേൾക്കാം. മാഡത്തിന്റെ ക്ലാസ് വളരെ ഇഫക്റ്റീവ് ആയിരുന്നു. കാര്യം നമ്മള് ഒരു കമ്മ്യൂണിറ്റിയിൽ ഇടപെടുക, അതായത് മീനിങ് ഫുൾ ലൈഫ്, അതുപോലെ പോസിറ്റീവ് തിങ്കിങ്. അതുകൊണ്ട് പോസിറ്റീവ് തോട്ട് ഉണ്ടാകുമ്പം ഗുഡ് ഫീലിംഗ് കെമിക്കൽസ് ഉണ്ടാവും. അത് വളരെ ശരിയാണ്. അതുകൊണ്ട് നമ്മൾ വി ഫീൽ യങ്ങർ ഇൻ ദാറ്റ്. അപ്പം ഒരു പർപ്പസ്, വി വർക്ക് ഇൻ കമ്മ്യൂണിറ്റി, ചർച്ച്, ഇൻ ആക്റ്റീവ് റോൾ, അതൊക്കെ ഒരു വളരെ നല്ല ഇതാണ്. നിരാശയിൽ നിന്ന് മനുഷ്യരെ പിന്മാറ്റാൻ, അതായത് വെൻ വി ആർ ഡൂയിങ് സംതിങ് ഫുൾഫിൽമെന്റ്, അത് ഡെസ്പയറിൽ നിന്ന് നമ്മളെ ഒഴിവാക്കി കിട്ടും. എന്നാൽ കൂടുതൽ പേരും ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു 45 വയസ്സുള്ള ഒരു മനുഷ്യൻ അവിടെ എന്നെക്കാട്ടി ഈ ജൂനിയർ അവിടെ എന്ന് പറയാം, ഓ എന്നാ പറ്റി ഞാനങ്ങ് വയസ്സനായി മോനെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന സമയം, നിനക്ക് എത്ര വയസ്സുണ്ടടാ? ഓ അച്ഛാ അത് പറയണ്ട. 45 വയസ്സുകാരനാണ് ജീവിതത്തിൽ ഈ തരത്തിൽ സംസാരിക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ അങ്ങനെയുള്ളവർ കേൾക്കണം. അതായത് ഒരു വളരെ ഇഫക്റ്റീവാണ്. സോ പിന്നെ ഈ എഴുതണമെന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. ഐ ലൈക്ക് ടു റൈറ്റ് വിത്ത് മൈ ഹാൻഡ്. അതൊരു നല്ല കാര്യമാണ്. സ്ട്രെങ്തനിങ് സോഷ്യൽ നെറ്റ്വർക്ക്, മീറ്റിംഗ് ഒക്കെ ഒത്തിരി നല്ല കാര്യങ്ങൾ ഇന്ന് ഈ എൽഡേഴ്സിന്, സീനിയേഴ്സിന് പറഞ്ഞു കൊടുത്തതിൽ, ഒത്തിരി പറഞ്ഞു തന്നതിൽ ഒത്തിരി നല്ല സന്തോഷമുണ്ട്. ഗാർഡനിങ്, പുതിയ ഇന്നോവേഷൻസ് ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാള് 80 അല്ല 85 ആയാലും ദേ ഫീൽ യങ്. താങ്ക് യു വെരി മച്ച്. പിന്നെ ഒരുമിച്ചുള്ള കൾച്ചറൽ പ്രോഗ്രാംസ്, ഫുഡ്, ഹാവിങ് ഫുഡ് ടുഗദർ, ടൂർ, ഇതൊക്കെ നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു മാഡം പറഞ്ഞത്. ഇങ്ങനെ അതുപോലെ റീഡിങ്, അറ്റൻഡിങ് ക്ലാസ്സസ്, ടേക്കിംഗ് ക്ലാസ്സസ് വളരെ ഇഫക്റ്റീവായിട്ട് പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. ആൻഡ് സ്പിരിച്വൽ സ്റ്റഡി, teaching, all these things you have elaborated. Thank you very much, and I appreciate you for the excellent class, and we are all thankful to you for your beautiful and effective class. It was very useful. Thank you, our district governor, for organizing such a wonderful program, and wish you all the best, DG and the team. Thank you very much.
ഓക്കെ, എല്ലാവരോടും പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നത്തെ മീറ്റിംഗ് ആരംഭം മുതൽ ഇതിനകത്ത് പങ്കെടുത്തത്. എന്നാൽ കുറെ കൂടെ ആളുകൾക്ക് നമുക്ക് പങ്കെടുക്കാമായിരുന്നു. എന്തുകൊണ്ടോ നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, അതിന്റെ ഒരു പ്രയാസമുണ്ട്. എങ്കിൽ പോലും നമുക്ക് മാഡത്തിന്റെ ക്ലാസ് നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ആ നിരാശയൊക്കെ മാറും. പങ്കെടുത്തവർക്ക് തീർച്ചയായിട്ടും ഇതൊരു പ്രയോജനകരമായിരുന്നു എന്നുള്ളതിൽ വിശ്വസിക്കുന്നു. എല്ലാവരോടുമുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. എല്ലാവരോടും ഗുഡ് ബൈ. നല്ലൊരു രാത്രി, സുഖകരമായ ഉറക്കം ആശംസിക്കുന്നു. മീറ്റിംഗ് ഈസ് അഡ്ജേൺഡ്. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. Thank you very much. Bye. എന്റെ മൊബൈലിൽ എന്തോ കുഴപ്പം സംഭവിച്ചിരുന്നു. രാവിലെ